നമസ്കാരം. രാജ്യത്ത് ഗ്രാഫ് ഉയരുന്നത് ചില കാര്യങ്ങൾക്ക് മാത്രമാണ്. സാധാരണക്കാരൻ്റെ മുതുകത്തടിച്ച് ഇന്ധനവിലയുടെ ഗ്രാഫിൽ തുടർച്ചയായ 19ാം ദിവസവും ആശ്വാസമില്ല. ചരിത്രത്തിൽ ആദ്യമായി പെട്രോളിനെ മറികടന്ന് ഡീസലിന് വില വർദ്ധിച്ചിരിക്കുകയാണ്. വൈറസിനെ പിടിച്ചുകെട്ടുന്ന കാര്യത്തിലും രാജ്യത്തിൻ്റെ സ്ഥിതി പിന്നോട്ട് തന്നെ. കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ എണ്ണം 17,000-ന് അടുത്താണ്. മരണം 400-ൽ ഏറെയും. ടെസ്റ്റുകളുടെ കാര്യത്തിലും പ്രവാസികളുടെ കാര്യത്തിലും രാജ്യത്തെ സർക്കാരിൻ്റെ സഹായം സംസ്ഥാനങ്ങൾക്ക് വേണ്ട വിധം ലഭിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങൾ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടുകയാണോ കേന്ദ്ര സർക്കാർ? ഇന്ധനവിലയുടെ കാര്യത്തിൽ രാജ്യത്തെ പ്രതിപക്ഷം കടുത്ത നിലപാടുകളുമായി കേന്ദ്രത്തിനെതിരെ തിരിയുമ്പോൾ വാർത്താ സംവാദം പരിശോധിക്കുന്നത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കോവിഡിൻ്റെ കാലത്തും കൊള്ളയടിക്കുന്നവരുടെ മുന്നിൽ കേന്ദ്രം കണ്ണടയ്ക്കുകയാണ്. രാജ്യത്ത് ഉയരുന്ന ഗ്രാഫുകൾ എന്തിൻ്റെയൊക്കെ? കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ്? ഈ വിഷയം പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ ചേരുന്നത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ രാജ്യസഭാ അംഗവുമായ ശ്രീ KN ബാലഗോപാൽ, BJP വക്താവ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, കോൺഗ്രസ് നേതാവ് AICC വക്താവ് കൂടിയായ ഡോക്ടർ ഷമ മുഹമ്മദ്, കോവിഡ് കർമ്മസമിതി അംഗം ഡോക്ടർ ഫസൽ ഗഫൂർ, ഒപ്പം നിരീക്ഷകയായി അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ സുരേഷ്, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ്? രാജ്യത്ത് ഇന്ധനവില കൂടുമ്പോഴും കോവിഡ് കേസുകളുടെ എണ്ണം കൂടുമ്പോഴും മരണം വർദ്ധിക്കുമ്പോഴും എന്നാണ് ചോദ്യം. എന്താണ് പ്രതികരണം? കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ICMRൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ മുമ്പോട്ട് ഭംഗിയായിട്ട് പോകുന്നത് കൊണ്ടും ആണ് ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യ അനുപാതികമായിട്ട് രാജ്യത്ത് രോഗബാധ ഉണ്ടാകാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. രാജ്യത്തിൻ്റെ 40% പരം വരുന്ന പ്രദേശങ്ങൾ ഇന്നും രോഗമുക്തമായിട്ട് നിൽക്കുന്നതും അത്തരത്തിലുള്ള ശ്രമങ്ങൾ രാജ്യത്താകമാനം നടക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിലുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടൊരു ചലഞ്ചായിട്ടാണ് കേവലം 519 രോഗികളുണ്ടായിരുന്ന സമയത്ത് ഈ രാജ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ഇറ്റലിയും ഫ്രാൻസും പോലെയുള്ള രാജ്യങ്ങൾ 10,000-ഉം 7,000-ഉം രോഗികൾ ആയതിനു ശേഷമാണ് ആ രീതിയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയും ഇവിടുത്തെ ഏറ്റവും ദരിദ്രർ ഉൾപ്പെടെയുള്ളവരെ ആ പാക്കേജിൽ ഉൾപ്പെടുത്തുകയും പ്രത്യേകിച്ച് മൈഗ്രൻ്റ് ലേബേഴ്സിനെ വലിയ പദ്ധതികൾ നൽകുകയും ചെയ്ത് മുന്നോട്ട് പോയത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ എടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ശ്രീ സുരേഷ്, ഈ കാര്യം അങ്ങ് വിശദീകരിച്ചതുപോലെ രാജ്യത്തും വാർത്തകൾ വരുന്നതാണ്, നമ്മൾ കാണുന്നുണ്ട്. ഈ കോവിഡ് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് വേണ്ടി നിർമ്മലാ സീതാരാമൻ നടത്തിയ പല ഘട്ടങ്ങളിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. അതിനോടൊപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ മുമ്പിൽ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഒരൊറ്റ ഭാഗത്തേക്ക് മാത്രം പോകുന്ന, ഉയർന്നു മാത്രം പോകുന്ന ഗ്രാഫുകൾ എന്ന് പറയുന്നത് ഇന്ധനവില വർധനയും അങ്ങീ പറഞ്ഞതുപോലെയൊക്കെ കോവിഡിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും കോവിഡ് കേസുകളും മരണവുമാണ്. താഴോട്ട് കൊണ്ടുവരാൻ, ഈ ഗ്രാഫുകളെ ഒന്നും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നതായും കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അല്ല, ഇതിൽ ഇന്ധനവില ഞാൻ അടുത്ത് വരാം. പക്ഷേ എന്തുകൊണ്ടാണ് താഴേക്ക് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഈ രാജ്യത്തിലെ 10-15 നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് കോവിഡ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നഗരങ്ങളുടെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ആ നഗരങ്ങളിലെ ജനസാന്ദ്രത കൂടുതലാണ്,
ചേരികളുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള ബോധവൽക്കരണത്തിൻ്റെ അഭാവമുണ്ട്. കേരളത്തെ പോലെ ജനസാന്ദ്രത ഉണ്ടെങ്കിലും മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സാക്ഷരതയും ഒക്കെ ഉൾപ്പെടെ നല്ല ബോധവൽക്കരണത്തിനുള്ള മെക്കാനിസമുള്ള കേരളത്തിൽ പോലും ഇപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഡൽഹിയും ചെന്നൈയും അതോടൊപ്പം തന്നെ മുംബൈയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അവിടുത്തെ ചേരികളിൽ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവിടുത്തെ സർക്കാരുകൾ BJP ഭരിക്കുന്ന സർക്കാരല്ല, ഈ 3 സ്ഥലത്തും BJP ഭരിക്കുന്ന സർക്കാരുകളല്ല, എന്നിട്ടും അവിടുത്തെ സർക്കാരുകൾ അവരാൽ കഴിയുന്ന രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ആശ്വാസം നൽകേണ്ട സർക്കാരുകൾ അങ്ങ് പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ പ്രധാനമായി രാജ്യത്ത് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് വർധനവില്ലാത്ത ഘട്ടത്തിലും പെട്രോളിനും ഡീസലിനും വലിയ വർധനവ്, 19 ദിവസവും ഒരു ആശ്വാസവും നൽകാത്ത ഇന്ധനവില, അതിൽ ഡീസലിനെ ചരിത്രത്തിലാദ്യമായി പെട്രോളിന് മുകളിലേക്ക് എത്തിച്ച ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ അവകാശപ്പെടാം. ഇതാണ് അവസ്ഥ. അല്ല, ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് വില വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെടുത്തത് ഇവിടെ മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും അതോടൊപ്പം UPA സർക്കാരാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ CPM ഒരുമിച്ച് ഭരിച്ച ആ സമയത്താണ് ഇത്തരത്തിലുള്ള നടപടികളെടുത്തത്. അത് തുടരുകയാണ്. ഡോക്ടർ ലാലു ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ പെട്രോളിനും ഡീസലിനും വില ആനുപാതികമായിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ വില ഈ രാജ്യത്ത് വർദ്ധിപ്പിക്കുന്നില്ല. അതിൽ സർക്കാരിനുള്ള നിയന്ത്രണവും അത് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള ഇച്ഛാശക്തിയും കേന്ദ്ര സർക്കാർ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കാണിക്കുന്നുണ്ട് എന്നുള്ളത്. സർക്കാരിലെ എല്ലാവർക്കും പാചകവാതകം കൊടുത്തു എന്ന് അവകാശപ്പെടുന്നത് മണ്ണെണ്ണയാണോ ഇപ്പോൾ? ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഒന്ന്, മണ്ണെണ്ണയുടെ വില വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് കോടാനുകോടി വരുന്ന കർഷക ഭാരതത്തിന് ആശ്വാസമാണ്. രണ്ടാമത്, കഴിഞ്ഞ ദിവസമാണ്, 2 ആഴ്ച മുമ്പാണ് പാചകവാതക സിലിണ്ടറിൻ്റെ വില ഗണ്യമായി കുറച്ചത് ഇന്ത്യയിൽ. അതും താങ്കൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന 2 മേഖലയിൽ ക്രൂഡ് ഓയിലുമായി കണക്ട് ചെയ്ത അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള മണ്ണെണ്ണയുടെയും അതോടൊപ്പം തന്നെ പാചകവാതക സിലിണ്ടറിൻ്റെയും വില ഈ വിലയ്ക്കനുസരിച്ച് ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഈ വില ഉയരുന്നത് മുമ്പ് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം ഈ എണ്ണ കമ്പനികൾ പൊതുമേഖലയിലാണ്. 95% എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പൊതുമേഖലാ കമ്പനികളാണ്. പൊതുമേഖലയ്ക്കാണ് ഇതിൻ്റെ ലാഭം ഉണ്ടാകുന്നത്. അത് സർക്കാരിനാണ് ലാഭമായിട്ട് വരുന്നത്. ഈ സർക്കാർ പഴയതുപോലെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കാലത്ത് 1,75,000 കോടിയൊക്കെ കൊള്ളയടിച്ചതുപോലെയുള്ള കൊള്ളയൊന്നും നടത്തുന്നില്ലല്ലോ. ഇത് പാവപ്പെട്ടവന് വീടായിട്ടും പാചകവാതക സിലിണ്ടറായിട്ടും ജൻധൻ അക്കൗണ്ടിലേക്കായിട്ടും കർഷക സമ്മാൻ നിധിയായിട്ടും ആരോഗ്യ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആയിട്ടും ഒക്കെ തിരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെയാണ് ഈ കിട്ടുന്ന അധികമായിട്ടുള്ള വരുമാനം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥയെങ്കിൽ മുൻപ് ഈ ഫോർമുല തന്നെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഇതേ ഫോർമുല ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഈ ആനുകൂല്യം അന്നത്തെ സർക്കാരിനൊക്കെ കൊടുക്കാതിരുന്നത്? അന്ന് ഡീസലിന് ചെറിയ വർധനവ് ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ കാളവണ്ടിയിലും മറ്റും കയറി പ്രക്ഷോഭത്തിലേക്ക് പോയത്. ഇപ്പോൾ 10 രൂപയോളമാണ് കഴിഞ്ഞ 19 ദിവസം കൊണ്ട് ഡീസലിന് കൂടിയിരിക്കുന്നത്, ഏതാണ്ട് അത്രയും പെട്രോളിനും. അന്നത്തെ കാര്യത്തിൽ ഇന്നത്തെ വില സൂചിക, ഇന്ന് ദേശീയ തലത്തിലുള്ള വില സൂചിക ഇതിനനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളത് മാർക്കറ്റിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ശക്തമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ 3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എല്ലാത്തിനും പാചകവാതക സിലിണ്ടർ, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ എല്ലാത്തിൻ്റെയും വില വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറിയിരുന്നു. മാത്രമല്ല, ഈ രാജ്യത്ത് ഇതിൻ്റെയൊക്കെ പേരിൽ വൻ കൊള്ളയാണ് നടന്നിരുന്നത്. ഈ സാഹചര്യങ്ങളുടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന നിലയിൽ ഞങ്ങൾ സമരം ചെയ്തു. ആ സമരം ചെയ്തതിൽ ഞങ്ങൾക്ക് കുറ്റബോധവുമില്ല, പശ്ചാത്താപവുമില്ല. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു. അത് ചെയ്തു. അത് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് BJP സർക്കാരിൻ്റെ 5 വർഷവും അതിനുശേഷം അതിനേക്കാൾ ശക്തമായിട്ട് മറ്റൊരു 5 വർഷത്തേക്കും കൂടെ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ ഏറ്റെടുത്ത ജനകീയ വിഷയങ്ങൾ ജനങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയതുകൊണ്ട്. ശരി, ഒറ്റ കാര്യം കൂടി, ഈ
ഘട്ടത്തിൽ ആദ്യം ഇന്ധനവിലയെ കുറിച്ച് തന്നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്തായിരുന്നു അന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഈ ഇന്ധനവിലയെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടോ ശ്രീ സുരേഷ്? അല്ല, ഇന്ധനവില പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് പിടിച്ചു നിർത്തുന്നുണ്ട്. അത് പിടിച്ചു നിർത്തുന്നത് വേറൊരു കാര്യം ഡോക്ടർ ലാൽ മനസ്സിലാക്കേണ്ടത്, ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില കൊറോണ ശക്തമായിരുന്ന സമയത്ത് വില ഇപ്പോൾ ഏത് അർത്ഥത്തിലാണ് ഇത്രയും വർദ്ധിപ്പിക്കാത്തക്കോണം കൂടിയിരിക്കുന്നത്? കുറഞ്ഞിരിക്കുകയാണല്ലോ ആഗോളതലത്തിൽ. ക്രൂഡ് ഓയിലിൻ്റെ വില മൈനസിലേക്ക് മറ്റു രാജ്യങ്ങളിലും അയൽ രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോൾ ഇന്ധനത്തിന് ഈ വില ഇല്ലല്ലോ. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് കൂടുന്നത്? അല്ല, മൈനസിലേക്ക് പോയിട്ടുള്ള സാഹചര്യം പോലും ഉണ്ട്. കേന്ദ്ര സർക്കാർ ഈ കാര്യം ചർച്ച ചെയ്തോ? കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവിടുത്തെ സാധാരണക്കാരെ കൂടുതൽ ബാധിക്കുന്ന മണ്ണെണ്ണയുടെയും പാചകവാത സിലിണ്ടറിൻ്റെയും വില കുറയ്ക്കാനും അത് വർദ്ധിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതിൽ ജാഗ്രതയോടുകൂടി നീങ്ങുന്നതുകൊണ്ട് തന്നെയാണ്. അതിൽ ആർക്കാ സംശയം? ശ്രീ കെ എൻ ബാലഗോപാൽ, ആർക്കാണ് സംശയം ഈ കാര്യത്തിൽ? കേന്ദ്ര സർക്കാരിൻ്റെ ജാഗ്രത നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണോ ഇന്ന് ഒരു സമരം നടത്തി അടുത്ത മാസം വീണ്ടും രാജ്യവ്യാപക പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ ചർച്ച വാസ്തവത്തിൽ ജനങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും സംഭാവന ചെയ്യുന്നൊരു ചർച്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചർച്ച വഴി വരേണ്ട ഒരു ബോധ്യമൊന്നുമല്ല ഈ വിലക്കയറ്റം. നേരിട്ട് എല്ലാ ആളുകളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും മറ്റ് സാധനങ്ങളുടെ വിലയും ഇത്രയേറെ വർദ്ധിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും അവർ തന്നെ ഏത് രാഷ്ട്രമീമാംസയും രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഉപയോഗിച്ചുകൊണ്ടാണ്, എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് സമീപനം സ്വീകരിച്ചുകൊണ്ടാണ്, എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇതുമാത്രമല്ല, എന്നെപ്പോലെ ഇത്തരം കാര്യങ്ങൾ, ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, CPIM പ്രവർത്തകനാണ്. എന്നെപ്പോലെ എല്ലാ ഇടതുപക്ഷക്കാരല്ലാതെ കോൺഗ്രസ്സുകാരോ ഇനി അങ്ങേയറ്റം വലതുപക്ഷ സമീപനം എടുക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരോ പോലും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നത്. BJPയുടെ വക്താവ് ഇവിടെ വന്നിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സാധാരണയുള്ളൊരു വികറോടുകൂടി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന നിലയിൽ മാത്രമേ പറയാനും കഴിയൂ. കാരണം നമുക്കെല്ലാം അറിയാം, $115 വില ഒരു ബാരൽ പെട്രോളിയത്തിനുണ്ടായിരുന്നപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വിലയേക്കാളും അധികമാണ് ഇന്നിപ്പോൾ $40 ഒരു ബാരൽ പെട്രോളിനുള്ളപ്പോൾ വാങ്ങുന്നത്. 40 ബാരൽ എന്ന് പറഞ്ഞാൽ 158 ലിറ്റർ. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 158 ലിറ്ററാണ് പെട്രോളിയത്തിന് കണക്ക്. ആ 158 ലിറ്റർ ആയിട്ട് ഒരു ബാരലിലെ പെട്രോൾ $40, 2800 അത് വിളിച്ചു നോക്കിയാൽ മതി. അത് $70 വെച്ച് $40 എത്രയാവും? അത് വെച്ച് ഭാഗിച്ച് മിനിമം ടാക്സും കൂടി കണക്കാക്കിയാൽ $30 പെട്രോൾ കൊടുക്കാം ലാഭം എടുത്തുകൊണ്ട്. ഇത് പാർലമെൻറ്റിൽ വന്നിട്ടുള്ള കണക്കാണ്, പുറത്ത് വന്നിട്ടുള്ള കണക്കാണ്. ഇത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയത്തിൻ്റെയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് $10 $15 ഇടയിലാണ് ഉൽപ്പാദന ചെലവ്. ഇത്തരം കണക്കുകളുടെ ഒരു കസർത്തട് നടത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ $40 വിലയുള്ള അന്തർദേശീയ പെട്രോളിയത്തിന് ഇന്ത്യയിൽ വിൽക്കുമ്പോൾ UPA ഗവൺമെൻറ് കാലത്ത് ടാക്സ് എടുത്തിരുന്ന കണക്ക് കൂടി നോക്കിയാൽ, അന്നത്തെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഇതിന് $30 വേണമെങ്കിൽ വിൽക്കാം. പോട്ടെ, അത് $30 എന്നുള്ളത് $50 ആവട്ടെ. ഇത് യാതൊരു നീതീകരണവും ഇല്ല. എവിടെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഇതൊന്നും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതിന് പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. എവിടെയാണ് ഇങ്ങനൊരു തീരുമാനം അവരെടുക്കുന്നത്? ഇപ്പോൾ അവർ ടാക്സ് ഇപ്പം 5 ലക്ഷം കോടിയോളം രൂപ അധികമായിട്ട് ടാക്സായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുക. ഈ വിലവർദ്ധന വഴി മാത്രം ടാക്സാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിയത്തിൻ്റെ വില എത്ര കുറയുന്നോ പെട്രോളിൻ്റെ വില കൂട്ടുക, ആ കൂട്ടുന്നതിനിടയ്ക്കുള്ള ഗ്യാപ്പ് മൊത്തം ടാക്സായിട്ട് എടുക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നാലെ ഒരു അജണ്ടയും കൂടി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. BPCL എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം വിതരണ കമ്പനി ഏതാനും ദിവസങ്ങൾക്കകം സ്വകാര്യ മേഖലയിലാവും. മിക്കവാറും ഇത് റിലയൻസിൻ്റെ കയ്യിലാവും, അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഷെയർ മേടിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുള്ള സൗദി അറേബ്യൻ പെട്രോളിയം കമ്പനിയും കൂടി വന്നെടുക്കും. അപ്പം BPCL അടക്കമുള്ള വിതരണ കമ്പനി, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പെട്രോളിയം വിതരണം നടത്തുന്ന, പെട്രോൾ വിതരണം ചെയ്യുന്ന, ഡീസൽ വിതരണം ചെയ്യുന്ന കമ്പനികൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കാൻ പോവുക. പെട്രോളിയം എക്സ്കവേഷൻ ഇന്ത്യയിലെ നല്ലൊരു ഭാഗവും റിലയൻസ്, മേജർ പാർട്ട് റിലയൻസിൻ്റെ അല്ല മറ്റ് കമ്പനികളുടെ ഉണ്ട്. റിലയൻസിനകത്ത് ബ്രിട്ടീഷ് പെട്രോളിയം നേരത്തെ തന്നെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഒരു പെട്രോളിയം മേഖലയിലുള്ള കമ്പനിയാണത്.
അപ്പോൾ ഇങ്ങനെയുള്ള സ്വകാര്യ മേഖലകളിലേക്ക് ഈ പൈസ പോകും. ഇതെല്ലാം പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് ധനകാര്യ മാനേജ്മെൻറ്റാണ് പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ആലോചിക്കുന്നത്? ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു, ഇന്ത്യയിലെ ഇൻഡസ്ട്രി ആകെ ഡള്ളായിരിക്കുന്നു, ലോക രാജ്യങ്ങളിലാകെ ഡള്ളായിരിക്കുന്നു. ആളുകളുടെ കയ്യിലേക്ക് പൈസയും അവരുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് പെട്രോളിയവും ഡീസലും അടക്കമുള്ള സാധനങ്ങളുടെ വില ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുത്താലേ പറ്റൂ. വില ഇപ്പോഴത്തേനേക്കാളും 10, 20, 30 രൂപയ്ക്ക് കൊടുത്ത് ന്യായമായ വില 30 രൂപയെങ്കിലും കുറവായിരിക്കും. അങ്ങനെ കൊടുത്താൽ വ്യവസായം കൂടുതൽ വർദ്ധിക്കും, ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്താലാണ് ഇന്ത്യൻ എക്കണോമി ഇനി മുന്നോട്ട് വരാൻ പറ്റൂ. ആ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. എന്ത് ന്യായം പറഞ്ഞാലും ആൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ല. ഇവിടെ പറയുകയാണ് മണ്ണെണ്ണയുടെ വില. മണ്ണെണ്ണ പഴയതുപോലെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ? മണ്ണെണ്ണയുടെ റേഷൻ കേരളത്തിന് തന്നെ എത്ര കുറച്ചു? നമ്മുടെ ബോട്ട് ഉപയോഗിക്കുന്ന ബോട്ടിന് ആണ് പ്രധാനമായും മണ്ണെണ്ണ ഉപയോഗിക്കേണ്ട പ്രധാന സെക്ടർ കേരളത്തിലെ, ഇന്ത്യയിലാകെ മത്സ്യത്തൊഴിലാളികളുടെ. ബോട്ടിന് മണ്ണെണ്ണ കൊടുക്കുന്നുണ്ടോ? അതിന് റേഷൻ തരുന്നുണ്ടോ? കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് മണ്ണെണ്ണ റേഷൻ വെട്ടിക്കുറച്ചു, മണ്ണെണ്ണ തരുന്നില്ല. ബോട്ട് കർഷകർക്ക് കാർഷിക ആവശ്യത്തിന് മണ്ണെണ്ണയ്ക്ക് പോലും സബ്സിഡി ഇല്ല. ഗ്യാസിൻ്റെ കാര്യം വലിയ തോതിൽ കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ട് ചെറുതായിട്ട് കുറച്ചു. അപ്പോൾ ഇത് ഒരു BJPയുടെ ഏറ്റവും സജീവ പ്രവർത്തകന് പോലും ഇത്തരം ഒരു കാര്യം ന്യായീകരിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രിക്ക് പോലും ഈ കാര്യം ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കൊള്ളയൊന്നുമല്ല, രാജ്യത്തെ കൊള്ളയടിക്കുന്നു എന്നുള്ള പ്രയോഗമൊന്നും ഞാനിവിടെ പറയുന്നില്ല. കൊള്ളയൊന്നുമല്ല, രാജ്യത്തെ തുണ്ടം തുണ്ടമായി ഇല്ലാതാക്കുക, രാജ്യത്തെ തകർക്കുക, രാജ്യത്തെ ജനങ്ങളെ തകർക്കുക. എന്തിനു വേണ്ടി ചെയ്യുന്നു? ഭ്രാന്തമായ സമീപനം എടുക്കുന്ന ആളുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യമാണ് ഈ പെട്രോളിയം വില വർധനവിൻ്റെ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചർച്ചയിൽ കൂടി പുതുതായിട്ട് കാര്യങ്ങളൊന്നും ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ദുരിതത്തിൻ്റെ കാര്യം ഇനി ഇവർ ചെയ്യുന്നതിൻ്റെ എന്ത് സാങ്കത്യമാണ്, എന്ത് റീസണബിൾനെസ്സാണ് ആളുകൾക്ക് ബോധ്യപ്പെടാനുള്ളത്? ഇതൊന്നും ഇത്രയും ക്രൂരമായിട്ടൊന്നും ഒരു രാജ്യത്തെ കൈകാര്യം ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് കിട്ടുകയും വീണ്ടും ചിലപ്പോൾ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ 2ാം പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഈ ഡീകൺട്രോൾ ആദ്യം കൊണ്ടുവന്ന് കോൺഗ്രസ്, അന്ന് അതിശക്തമായി എതിർത്തവരാ CPM-ഉം ഇടതുപക്ഷവും. പ്രൈസ് അദ്ദേഹം ഇവിടെ പറഞ്ഞതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞു, ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുന്ന സമയത്തല്ല, 2ാം UPA ഗവൺമെൻറ് കാലത്താണ്. 1ാം UPA ഗവൺമെൻറ് കാലത്ത് ആണവ കരാർ അടക്കം വന്ന സമയത്ത് അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. 2ാം UPA കാലത്ത് എണ്ണയുടെ കാര്യത്തിൽ പെട്രോളിയത്തിനകത്ത് പെട്രോളിൻ്റെ വില ഡീകൺട്രോൾ കൊണ്ടുവന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഇന്നും കേരളത്തിലെ കോൺഗ്രസിനും ഇതിന് സമീപനത്തിൽ വ്യത്യാസമൊന്നുമില്ല. അവരേറ്റവും വലിയ അപകടമായിട്ട് കേരളത്തിൽ കാണുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയാണ്. അല്ലാതെ BJP ഗവൺമെൻറ്റിനെതിരെ പറയാൻ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും അധികം പറയാനൊന്നുമില്ല. അത് വേറൊരു കാര്യം. കാരണം കേരളത്തിലെ അവരുടെ പൊളിറ്റിക്സ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം കാര്യത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ചു വരാം ശ്രീ KN ബാലഗോപാൽ. ഡോക്ടർ ഷമാ മുഹമ്മദ്, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആണ് വലിയ ഉത്തരവാദി എന്നാണ് ശ്രീ സുരേഷ് ആദ്യമേ തന്നെ ഒരു ജാമ്യമെടുത്തത്. അക്കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ വേണ്ട രീതിയിൽ പ്രക്ഷോഭം കോൺഗ്രസ് നടത്തുന്നുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ള ഉത്തരവാദിത്വം സ്വയം ഓർക്കുന്നത് കൊണ്ടാണോ എന്ന് തോന്നിപ്പോവുകയും ചെയ്യും. മറുപടി എന്താണ്? എനിക്ക് കുറച്ച് സമയം തരണം. BJPയുടെ വക്താവ് പറഞ്ഞു കൊള്ള അടിച്ചു എന്ന്. ഞാൻ ആ വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ കൊള്ള അടിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. കൊള്ള അടിക്കൽ എന്ന് പറഞ്ഞാല് കൊള്ള അടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവര് വന്നേരം 2014 പെട്രോളിന്റെ വില എന്നേരം 2014 കുറച്ച് കഴിഞ്ഞൊരു ലേറ്റ് 15 തുടങ്ങുമ്പോൾ പെട്രോളിന്റെ വില $45 പെർ ബാരൽ ആയിരുന്നു. പക്ഷെ നമ്മൾ എത്രയാ പൈസ കൊടുത്തത്? 75 രൂപ പെട്രോളിന്, ഡീസലിന് അതിന്റെ കുറച്ച് കുറവ്. അപ്പം അത് ഒരു 2 കൊല്ലം ഉണ്ടായിരുന്നു. അതിൽ അവര് 20 ലക്ഷം കോടിയാണ് അവർക്ക് അതിൻ്റെ അകത്ത് കിട്ടിയത്. ആ കൊള്ളടിച്ച പൈസ അവരെന്ത് ചെയ്തു? എക്സൈസ് ഡ്യൂട്ടി അവർ കുറച്ചില്ല. അന്നേരം അവർ അതേ ഇത് വെച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇടുന്നുണ്ട് പൈസ, മറ്റേ കാര്യത്തിൽ ഇടുന്നുണ്ട് പൈസ എന്ന്. പക്ഷെ അത് ആർക്കും അറിയില്ല. ഇതുവരെ ഞങ്ങൾ പാർലമെന്റിലും ചോദിച്ചു, നിങ്ങൾ അതിന്റെ വൈറ്റ് പേപ്പർ താ, എവിടെയാ ഈ പൈസ പോകുന്നതെന്ന് പറയൂല. ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇട്ടു, പക്ഷെ വൈറ്റ് പേപ്പർ ഇല്ല. അത് MLAs വാങ്ങാനായിരിക്കും, പല കാര്യത്തിന് അവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിനായിരിക്കും, പക്ഷെ നമുക്കറിയില്ല. പിന്നെ കൊള്ള അടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുള്ള സമയത്ത് എക്സൈസ് ഡ്യൂട്ടി പെട്രോളിന്റെ മേലെ 9 രൂപയായിരുന്നു പെർ ലിറ്റർ, ഡീസലിന് 3 രൂപ പെർ ലിറ്റർ. ഇതാണ് എക്സൈസ് ഡ്യൂട്ടി. അവര് വന്നതിന്റെ ശേഷം ഇപ്പോഴത്തെ എക്സൈസ് ഡ്യൂട്ടി ഞാൻ പറഞ്ഞുതരാം. പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി 32.98, എക്സാക്ട്ലി 33 പെർ ലിറ്റർ. ഡീസലിന്റെ 31.83 പെർ ലിറ്റർ. അതാണ് കൊള്ളയടി. കൊള്ളയടി എന്ന് പറഞ്ഞ എക്സൈസ് ഡ്യൂട്ടി അവര് എത്രയോ കൂട്ടിയെന്നറിയോ?
പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് 142%, ഡീസലിന്റെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് 318%. ദാറ്റ് ഈസ് കോൾഡ് റോബറി, കൊള്ളയടിക്കൽ. അതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു കോടി ഞങ്ങൾ കട്ടിരുന്നു, 1.7 lakh crores, 1.7 ലക്ഷം കോടി ഞങ്ങൾ കട്ടിരുന്നു. അതെനിക്ക് മനസ്സിലാക്കുന്നതോടെ അദ്ദേഹം മറ്റേ 3Gനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്, 2G കേസ്. അതിൽ സുപ്രീം കോർട്ട് ക്ലിയർലി പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, ദർ ഈസ് നോ സ്കാം. അപ്പൊ ഏത് കൊള്ളയടി എനിക്ക് മനസ്സിലാക്കിയതോളം അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം RBI റിസർവ് ആയിട്ടുള്ള 1.7 lakh crore, 1.7 ലക്ഷം കോടി അവര് റിസർവ് ബാങ്കിന്റെ റിസർവ് ആയിട്ടുള്ള പൈസ അവരെടുത്തിട്ടുണ്ടായിരുന്നു ഈ സർക്കാർ. ആ കൊള്ളയടിനെ പറ്റിയിട്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. അത് എന്തിനാ അവരെടുത്തത്? ആ പൈസ നോർമലി എടുക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള സമയത്ത്. അപ്പൊ അത് അതിന്റെ അർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന കൊള്ളയടി ഇതാണ്, ഈ പൈസയാണ്. അപ്പൊ ഈ ഡീസലിന്റെ പൈസ, ഇന്ന് ഡീസൽ പെട്രോളിനെ കാട്ടി അധികം 80 ആയിട്ടുണ്ട് ഡൽഹിയിൽ. അപ്പൊ ഡീസൽ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇൻഫ്ലേഷൻ എന്തായാലും കൂടും. ഫുഡ് ഇൻഫ്ലേഷൻ കൂടാൻ പോവാ. എങ്ങനെ സാധനത്തിന്റെ വില എല്ലാം കൂടും, ബിക്കോസ് ഡീസലാണ് മെയിൻ ആയിട്ട്. കർഷകർ ഏറ്റവും കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഞങ്ങൾ കേട്ടിരിക്കുക വിദർഭിലെല്ലാം 300 കർഷകർ ഇപ്പൊ ആത്മഹത്യ ചെയ്തിരിക്കുക ഈ കോവിഡും ഇതിനെയും കൂട്ടിയിട്ട്. അപ്പൊ അതിന്റെ മേലെ ആ ഡീസലിന്റെ പൈസ ഞങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് ഡീസലിന്റെ. അപ്പം ഈ സർക്കാർ 19 ദിവസം ഞങ്ങൾ എല്ലാവരും ചൈനയും ഇന്ത്യയുടെ ഇഷ്യൂവിന്റെ മുകളിൽ 19 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ₹1.50 ആയിട്ട് പെട്രോളും ഡീസലിന്റെയും പൈസ കൂട്ടിയിരിക്കുക. ഈ കോവിഡിന്റെ സമയത്ത് എല്ലാ സർക്കാരും ഓരോ ഈ തൊഴിലാളികളെ ജോലിയില്ലാത്ത ആൾക്കാർക്ക് USA-ലും കാനഡയിലും ജപ്പാനിലും എവിടെയെടുത്ത് അവരെ കൈമല പൈസ കൊടുക്കുന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ₹7,000 ₹5,000 നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കണം ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. പക്ഷെ അത് അവർ കൊടുത്തില്ല. എന്നിട്ട് അദ്ദേഹം പറയും ഇപ്പൊ 20 ലക്ഷം കോടിയുടെ പാക്കേജ് കൊടുത്തു. 20 ലക്ഷം കോടിയുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ 0.20 ഇത് ഓൾറെഡി ഉള്ള പാക്കേജിൽ അവർ ഇതാക്കി. അപ്പം അക്കോർഡിംഗ് ശരിക്കും അത് 0.8% ഓഫ് ദി GDP ആണ് ഈ 20 ലക്ഷം കോടി എന്ന് പറയുന്നത്. ബിക്കോസ് ഇതില് ക്രെഡിറ്റ് ആയിട്ടാ പൈസ കൊടുത്തത്, ക്യാഷ് ആയിട്ട് ഒന്നുമില്ല, എല്ലാം ക്രെഡിറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു MSMEക്ക് ഒരു ബിസിനസ്സിന് വേണമെങ്കിൽ അവർക്ക് ക്യാഷ് കിട്ടൂല, അവരെ എംപ്ലോയീസിന് പൈസ കൊടുക്കാൻ. അവർക്ക് ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് അവർക്ക് ആ ലോൺ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ സർക്കാർ പൈസ കൊടുക്കും. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഒരു 20 ലക്ഷം കോടിയൊന്നും ഇല്ല. ഇത് ജസ്റ്റ് ഒരു വാക്ക്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇവിടെ ചൈന ഞങ്ങള് ഇതിന്റെ അകത്ത് കേറിയിട്ടില്ലാന്ന്, ഇന്ത്യന്റെ ഉള്ളിൽ ഇല്ലാന്ന്. പക്ഷെ ഫോറിൻ മിനിസ്റ്റർ പറയാ സ്റ്റേറ്റസ് ക്വോ ആന്റി നമുക്ക് തിരിച്ചെടുക്കണം, ചൈനയുടെ ആൾക്കാർ ഞങ്ങളെ ഇവിടെ ഉണ്ട്, രാജ്യത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അതുമാതിരിയുള്ള പല കള്ളങ്ങളാണ് ഇത് പറയുന്നത്. സത്യമാണ് നമുക്ക് വേണ്ടത്. ഈ സമയത്ത്, ഈ കഷ്ടമുള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സർക്കാർ എന്ന് പറയുന്നത് പെട്രോളിന്റെ പൈസ കൂട്ടില്ല. ബിക്കോസ് ഞങ്ങളുള്ള സമയത്ത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, 2008 $94 $94 പെർ ബാരൽ. പക്ഷെ ഞങ്ങൾ എന്തായാലും ചാർജ് ചെയ്യുന്നത് 45 പെർ ലിറ്റർ. ഇപ്പം ഈ സമയത്ത് ഈ പെട്രോൾ പൈസ കൂട്ടുന്ന സമയത്ത് $35 പെർ ബാരൽ ആണ്. അതാണ് കൊള്ളയടി. ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചതിന് വളരെ നന്ദി. കൊള്ളയടി എന്ന് പറയുന്നത് $35 പെർ ബാരൽ ഓയിലിന്റെ പ്രൈസും ഞങ്ങൾ കൊടുക്കുന്നത് 80. ബോംബെയിൽ ഇപ്പം, മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ ഇപ്പം 87 പെട്രോളിന്റെ പ്രൈസ്. അപ്പൊ ഇതാണ് കൊള്ളയടി എന്ന് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് കൂടി, അദ്ദേഹം കോവിഡിനെ പറ്റി സംസാരിച്ചു, ഈ സർക്കാർ വളരെ ചെയ്യുന്നുണ്ടു. അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഇറ്റലി, USA അവിടെയല്ല. പക്ഷെ അവിടെയെല്ലാം സ്പെയിനും അവിടെയെല്ലാം ലോക്ക്ഡൌണിന് ശേഷം കേസസ് കുറഞ്ഞിരിക്കുക. പക്ഷേ അദ്ദേഹം മറ്റേ ഈ സൈഡിൽ കമ്പയർ ചെയ്യുന്നില്ല. ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, ഏഷ്യൻ രാജ്യങ്ങൾ, ബംഗ്ലാദേശ് അത് കമ്പയർ ചെയ്യുന്നില്ല. ലോക്ക്ഡൌണിന് ശേഷം എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന നാഷണൽ ഡിസാസ്റ്റർ ആക്ട് ഇസ് ഓൺ. സെൻട്രൽ ആദ്യം കേന്ദ്ര സർക്കാരിനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ലോക്ക്ഡൌണിന് ശേഷം നമ്പേഴ്സ് കുറയണം. പക്ഷെ എല്ലായിടത്തും ഇപ്പൊ ഡൽഹിയിൽ നോക്കുമ്പോൾ നമ്പർ കൂടിയിരിക്കുക, എല്ലാ സംസ്ഥാനങ്ങളും നമ്പർ കൂടിയിരിക്കുക. അത് ഡോക്ടർ ഫസൽ ഗഫൂർ, മുൻപൊക്കെ നമുക്കറിയാം ഈ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തെ മറ്റ് മേഖലകൾക്ക് അത് സംഭവിക്കുന്നത് എന്ന്, അതിൻ്റെ ഫലമായുള്ള പ്രതിഷേധങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത വിധം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ശ്രീ സുരേഷ് പറയുന്നത്. ജാഗ്രതയൊക്കെ കേന്ദ്ര സർക്കാർ കാട്ടുന്നുണ്ട് എന്നാണ്.
പക്ഷേ അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ വ്യവസായ മേഖലയിലോ മറ്റു മേഖലകളിലോ കാണാനുണ്ടോ ശ്രീ ഫസൽ ഗഫൂർ? ഞാൻ 3 മേഖല പറയാം. അതായത് ഒരു വാദം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ലോക്ക്ഡൗൺ കൊണ്ട് ഭയങ്കര ഗുണമുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി ഷമാ മുഹമ്മദ് പറഞ്ഞുകൊണ്ട് ഞാനതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. രോഗം ആളിക്കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലോക്ക്ഡൗൺ അടക്കട്ടെ, ഇതിനെക്കാട്ടി ഇനി കൂടുമില്ലെന്ന് അറിയില്ലല്ലോ. കാരണം ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അതിന് ഒരു കാര്യം കൂടെ പറയാം, ഇവിടുത്തെ വ്യത്യാസം. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ICMR നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ NABL അക്രഡീഷനുള്ള ലാബുകളിൽ മാത്രം ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എവിടെ ടെസ്റ്റ് ചെയ്യാനാ? ഇപ്പോൾ ഞങ്ങൾ തന്നെ ടെസ്റ്റിങ്, ഞങ്ങളുടെ അടുത്ത് PCR മെഷീനൊക്കെ ഉണ്ട്. ആ മെഷീനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നിയന്ത്രിതമായിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ട് എണ്ണം കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കണം അതിന് കാരണം. അങ്ങനെ ഞാനൊരു ആരോപണമായിട്ടൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ വലിയ ഇഷ്യൂ വരുന്നത് മൈഗ്രൻ്റ് ലേബറിൻ്റെ വിഷയത്തിലാണ്. ഈ സഡൻ ലോക്ക്ഡൗൺ കൊണ്ട് എന്തുണ്ടായതറിയാം? രോഗവ്യാപനം ഉണ്ടായിയിരിക്കുകയാണ്. അതൊരു 2-3 ദിവസം വൈകിയോണ്ട് ഒന്നും സംഭവിക്കാനില്ല. ആ നേരം കൊണ്ട് മൈഗ്രൻ്റ് ലേബറിന് സുരക്ഷിതമായി അവരുടെ നാട്ടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം വേണമായിരുന്നു. ആ സംവിധാനം ഒരുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശപ്രകാരമാണ് ലോക്ക്ഡൗൺ. അപ്പോൾ താഴത്തേക്കുള്ള സംസ്ഥാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്ന? ഇവിടെ നാളെ പറഞ്ഞു വിടാൻ പറ്റുമോ? ട്രെയിൻ അവരുടെ കയ്യിലായിരിക്കുന്നത്, വിമാനങ്ങൾ അവരുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കുഴപ്പമില്ല. പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായിട്ടുള്ള ഏർപ്പാടുകൾ ഇവിടുത്തെ മൈഗ്രൻ്റ് ലേബർ അല്ലെങ്കിൽ അതിഥി തൊഴിലാളിക്ക് ചെയ്തത് കാരണം അവരിൽ ഒരുപാട് പേര് പോയിട്ടില്ല. അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവർ റോട്ടിലായിപ്പോയി. ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഔറംഗാബാദിലെ നമ്മുടെ റെയിൽ പാളയത്തിൽ 2 റോട്ടി രക്തത്തിൽ മുക്കിക്കിടന്നിട്ടുള്ള മരിച്ചു കിടക്കുന്ന 15-16 തൊഴിലാളികളുടെ രക്തത്തെ പറ്റി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ആ റോട്ടിയുടെ മുകളിലുണ്ട്. അതിൻ്റെ ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനാരാണ് ഉത്തരവാദി? അപ്പം മൈഗ്രൻ്റ് ലേബറിനെ പറ്റിയിട്ട് ഒരു ചിന്ത ഉണ്ടായില്ല. അത് എങ്ങനെയാണെന്നുള്ളത്, അതെങ്ങനെ അവർ സംസ്ഥാനങ്ങളോട് അടിച്ചേൽപ്പിക്കാൻ പറ്റൂല. കാരണം അത് ഇൻ്റർ സ്റ്റേറ്റ് വിഷയമാണ്. അവർക്ക് പോകാനുള്ള സംവിധാനങ്ങൾ വേണം. മൂന്നാമത്തത് നമ്മുടെ പ്രവാസികളെ പറ്റി കേരളത്തിലെ തർക്കമൊക്കെ അവിടെ കട്ടെ, അവിടെ അല്ല ഇഷ്യൂ നടക്കുന്നത്. ഇത് എന്നാണ് ഈ വിമാനങ്ങൾ വിടേണ്ടിയിരുന്നത്? ഈ വിമാനങ്ങൾ ചുരുങ്ങിയത് 1 മാസം മുമ്പ് വിടേണ്ടായിരുന്നു. വിമാനങ്ങളുടെ വല്ല കുറവുണ്ടോ? എയർ ഇന്ത്യക്ക് കച്ചവടം നടത്താനായിട്ടാണോ വിമാനങ്ങൾ പറഞ്ഞു വിടുന്നത്? എയർ ഇന്ത്യ മാത്രം എന്തിനുപയോഗിച്ചു? അന്ന് ഇന്ത്യയിൽ 500 ചില്ലാനം വിമാനങ്ങളുണ്ട്. ഇൻഡിഗോയുടെ തന്നെ 200 വിമാനവും സ്പൈസ് ജെറ്റിന് 150 വിമാനവും എയർ ഇന്ത്യയുടെ മറ്റുള്ള വിമാനങ്ങളുടെയും. ഈ വിമാനങ്ങൾ ഇന്നത്തെ മാതിരി ഡിപ്ലോയ് ചെയ്തിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട പ്രവാസികൾക്ക് അവിടെ രോഗം പിടിപെടുമോ? അതിനെന്തെങ്കിലും ന്യായങ്ങൾ പറയാതെ മറ്റേ കേരള സർക്കാരാണെന്നോ തമിഴ്നാട് സർക്കാരാണെന്നോ അവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കുവൈറ്റ് ഇവാക്വേഷൻ്റെ കാലത്ത് VP സിംഗ് ഗവൺമെൻറ്, മനസ്സിലല്ലേ, ആ ഗവൺമെൻറ് ഇന്ദർ കുമാർ ഗുജ്റാളിനെ പറഞ്ഞു വിട്ടു. സദ്ദാം, ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് തവണ പറഞ്ഞ് എനിക്ക് തന്നെ ബോറായിട്ടുണ്ട്. ഇപ്പോൾ ആ സദ്ദാം ഹുസൈൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുകയും അവിടുന്ന് 1,70,000 പേരെ 500 ഫ്ലൈറ്റിൽ, അന്ന് ഇന്ത്യയിൽ 100 ചില്ലാനം വിമാനം മാത്രമേ ഉള്ളൂ, ആ 100 ചില്ലാനം വിമാനത്തിൽ കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഇവിടുന്ന് അയക്കുന്ന വിമാനങ്ങൾ എന്ത് വിമാനങ്ങളാണ്? ജംബോ അയക്കുന്നത് അല്ല, ഏറ്റവും ചെറിയ കുഞ്ഞു വിമാനങ്ങളാണ് അയക്കുന്നത്. അതായത് ആൾക്ക് ഇരിക്കാൻ ഒരാൾ ഇരുന്നാൽ അയാളെ കൈ മറ്റേയാളെ മടിയിൽ കിടക്കുന്നു. അപ്പോൾ നമ്മൾ രോഗം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അത് ശരിയാണോ അല്ലേ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ വിമാനങ്ങളിലാണ് ട്രാൻസ്മിഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാരാണ് ഉത്തരവാദി? നമ്മൾ പലവട്ടവും പറഞ്ഞാണ് ഇടയിലത്തെ സീറ്റ്, നടുക്കത്തെ സീറ്റ് ഒഴിവാക്കണം, PPE കിറ്റ് ചെയ്യണം. പോട്ടെ, മറ്റേ ടെസ്റ്റിങ്ങിൻ്റെ തർക്കത്തിലോട്ട് ഞാൻ പോകുന്നില്ല, മനസ്സിലായില്ല. അത് ആ രാജ്യങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സും എടുക്കാതെ എന്ത് ട്രെയിനാണ്, എന്തിനും ഓരോരോ പേരങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. പ്രയത്നം റെയിലിനോ പരിശ്രം റെയിലിനോ എന്തെങ്കിലും കുറച്ച് സംസ്കൃതം തിരികിയിട്ട് ഒരു പേരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനത്തെ തീവണ്ടികൾ വിടുക. ആ തീവണ്ടികൾ എന്ത് സുരക്ഷിതത്വം? ആ തീവണ്ടികളിൽ പട്നയിൽ വന്നിട്ടുള്ള ഒരൊറ്റ ട്രെയിനിൽ മാത്രം 1000 പേര് പോയ ട്രെയിനിൽ 300 പേര് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന പോസിറ്റീവാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് പോയ ട്രെയിൻ. ഇതിൻ്റെ എല്ലാം കണക്കുകളുണ്ട്. അപ്പൊ ഇതിന് പിന്നെ ആരുത്തരം പറയണമെന്ന് പറഞ്ഞിട്ട് മേഘാലയ ഗവൺമെന്റ് ഉത്തരം പറഞ്ഞോ? അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു ഈ ഗ്രാഫുകൾ ഇങ്ങനെ ഉയരുമ്പോൾ എന്ന ചോദ്യത്തിന് ശ്രീ സുരേഷ് ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ജാഗ്രത കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരെല്ലാം ശ്രീ KN ബാലഗോപാലും ഡോക്ടർ ഷമാ മുഹമ്മദും ഡോക്ടർ ഫസൽ ഗഫൂറും ഒക്കെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, ഈ ഇന്ധനവിലയുടെ ഉദാഹരണം തന്നെ എടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സൈസ് ഡ്യൂട്ടിയോ മറ്റ് പണമോ ഒന്നും തന്നെ വേണ്ട രീതിയിൽ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല
അതിൻ്റെ ഗുണം എത്തുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഈ പാനലിലെ ബഹുഭൂരിപക്ഷവും ഇരുന്നിട്ട് BJP പ്രതിനിധിയെ ഒറ്റപ്പെടുത്തിയാൽ അതിനൊരു ജനാധിപത്യ മര്യാദയില്ലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ BJP പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിനോട് അങ്ങേയറ്റം യോജിച്ചുകൊണ്ട് പറയട്ടെ. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും BJP സർക്കാരുകളല്ല എന്ന് പറഞ്ഞു. അങ്ങേയറ്റം ശരിയാണ്. അതിന് നമുക്ക് BJPയോട് അങ്ങേയറ്റം കടപ്പാടുമുണ്ട്. COVID-19 ഇത്രയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ അവിടെ BJP സർക്കാർ ഭരിക്കുകയും കൂടെ ആയിരുന്നുവെങ്കിൽ എന്തൊരു വലിയ ദുരന്തമായിരുന്നേനെ അവിടെ നടക്കുക. അതുകൊണ്ട് നമുക്ക് BJPയോട് അക്കാര്യത്തിൽ നന്ദി വേണം. പക്ഷെ എന്നാലും പൂർണ്ണമായും BJPക്ക് അങ്ങനെ അവിടെ പങ്കൊന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡൽഹിയിൽ നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ മൂക്കിൻ്റെ താഴെയാണ്. മഹാരാഷ്ട്രയിൽ അവരുടെ പഴയ പങ്കാളികളാണ് കൂട്ടുമന്ത്രിസഭയിലുള്ളത്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി BJP സർക്കാരിനോട് ഒരു വക ചോദിക്കാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഈ കേന്ദ്ര സർക്കാർ അവിടെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഇല്യൂമിനാറ്റി ആയിട്ട് അവിടെ തന്നെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഈ സംഘപരിവാരം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി അടുത്ത കാര്യം, ഈ ഫ്യൂവൽ വർധനവ് എന്നുള്ളത് വളരെ പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനായ ശ്രീ ബാലഗോപാലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് പോകുന്നതിൽ ഒരു വകതിരിവുകേടുണ്ട്. എന്നാലും സാധാരണ മലയാളികൾ അത്ര വലിയ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരല്ലാത്തത് കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. ഈ കൈരളി ചാനലിൻ്റെ ചെയർമാനൊക്കെ ആയ ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയുണ്ട് പ്രാഞ്ചിയേട്ടൻ. ഈ പ്രാഞ്ചിയേട്ടനിലെ അരിപ്രാഞ്ചിയുടെ ഒരു സീനുണ്ട്. അതായത് വീട്ടു ജോലിക്കാരി ആർക്കും വേണ്ടാത്ത തലേ ദിവസത്തെ ഭക്ഷണം ഒരു ഭിക്ഷക്കാരന് കൊടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ടുവരുന്ന അരിപ്രാഞ്ചി ചെയ്യുന്നത് അതിലേക്ക് ഒരു പിടി കല്ല് വാരിയിടുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ദരിദ്രരായ കോവിഡ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളോട് ചെയ്യുന്നത്. അവർ തന്നെ ഒരു പാത്രം കഞ്ഞി കൊടുക്കുന്നില്ല. ആരെങ്കിലും ഒരു കഞ്ഞി കൊടുത്താൽ അതിനകത്തേക്ക് കല്ല് വാരിയിടാനായിട്ട് അവരെത്തുകയും ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. ഫെബ്രുവരി മാസത്തിൽ ഈ ആഗോള ക്രൂഡ് ഓയിലിൻ്റെ വില എന്ന് പറയുന്നത് ബാരൽ എന്ന് പറയുന്ന ശ്രീ ബാലഗോപാൽ പറയുകയുണ്ടായി. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. അപ്പോൾ അതിന് ഇന്നത്തെ വില 40.43 ഡോളറാണ്. ഒരു ഡോളറിൻ്റെ ഇന്നത്തെ വില 75.57 ഇന്ത്യൻ റുപ്പിയയുമാണ്. പക്ഷേ ഫെബ്രുവരിയിൽ ഇത് 55 ആയിരുന്നു. മാർച്ച് ആദ്യം എത്തിയപ്പോഴത്തേക്ക് അത് 35 അത് മാർച്ച് അവസാനം എത്തിയപ്പോഴത്തേക്ക് $20 ആയിരുന്നു ബാരൽ വില. അപ്പോൾ ഇങ്ങനെ നമ്മുടേത് ഡീകൺട്രോൾഡ് ആയിട്ട് പെട്രോൾ വില നിശ്ചയിക്കുന്ന രീതിയാണ്. അതായത് ഗവൺമെൻറ്റിന് കൺട്രോൾ ഒന്നുമില്ല എന്നാണ് വെപ്പ്. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിൽ വിലയുടെ അനുസരിച്ച് ഇവിടെ കൊടുക്കുന്ന വില അതാത് ദിവസം നിശ്ചയിക്കും. അതായത് ഈ എല്ലാ ദിവസവും മാറുന്ന നില വന്നിട്ടിപ്പം ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് 2002 ഈ ഡീകൺട്രോൾ തുടങ്ങിയത് തന്നെ. ആദ്യം ATFിൻ്റെ കാര്യത്തിലായിരുന്നു ഡീകൺട്രോൾ വന്നത്. 2010 ആയപ്പോൾ പെട്രോളിൻ്റെ കാര്യത്തിൽ വന്നു. 2014 ഒക്ടോബർ മുതൽ ഡീസലിൻ്റെ കാര്യത്തിലും വന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നതനുസരിച്ച് ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുമ്പോൾ ഇവിടെ പെട്രോൾ വില കൂടും, സ്വാഭാവികമാണ്. കുറയുമ്പോൾ കുറയും, ഇതാണ് നമ്മുടെ ധാരണ. പക്ഷേ ഈ അരിപ്രാഞ്ചികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു കഴിയുന്ന നിമിഷം ഇവിടെ എത്തുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി അങ്ങ് കൂട്ടും. ഇങ്ങനെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഇവിടെ സാധാരണക്കാരന് ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലക്കുറവിൻ്റെ യാതൊരു ഗുണവും കിട്ടത്തില്ല. ഇപ്പോൾ ഏറ്റവും അധികം കുറഞ്ഞ് $20 ബാരലിനെത്തിയ മാർച്ച് അവസാനം എന്താ ചെയ്ത് 82 ഈസിങ് അങ്ങ് നടത്തി. അതായത് പെട്രോൾ വിലയിൽ മാറ്റമില്ല, പക്ഷേ പകരം ഇവർ 2 പ്രാവശ്യം ഡ്യൂട്ടി അങ്ങ് വർദ്ധിപ്പിച്ചു. അങ്ങനെ ബേസ് പ്രൈസിൻ്റെ 260% പെട്രോളിനും 256% ഡീസലിനും കൂട്ടുകയുണ്ടായി. ഇപ്പോൾ COVID-19 ആയതുകൊണ്ടുള്ള പ്രത്യേക സാഹചര്യമാണ്, ലോകരാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ് എന്നായിരിക്കും ഇവരുടെ വാദം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഡൊലാൻ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾ ഭരിക്കുന്ന അമേരിക്കയിൽ എങ്ങനെയാണ് 20% റീറ്റെയിൽ പ്രൈസിൻ്റെ ഈ ഡ്യൂട്ടി വരുന്നത്. ഇനി ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു ജർമ്മനിയിലാണ്. അവിടെ പോലും 65% ഉള്ളൂ, 260% ഒന്നുമില്ല. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിക്കുന്ന രാജ്യങ്ങളുണ്ട് അയൽപക്കത്തൊക്കെ, അവർ പോലും നമ്മളെക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് നാട്ടുകാർക്ക് പെട്രോൾ കൊടുക്കുന്നത്. ഇനി ഇവർ ഡിമോണിറ്റൈസേഷൻ കാലത്തെടുത്തൊരു യുക്തി ഒരു പക്ഷേ പ്രയോഗിച്ചേക്കാം. അതായത് പണക്കാർക്ക് മാത്രമല്ലേ ഇത് പെട്രോൾ ഡീസൽ വർധനവൊക്കെ ബാധിക്കുന്നുള്ളൂ എന്ന്.
അങ്ങനെയാണോ? കുറഞ്ഞപക്ഷം പാവപ്പെട്ടവരും സോപ്പിട്ട് കുളിക്കുകയും ഡിറ്റർജൻറ്റ് ഇട്ട് അലക്കുകയൊക്കെ ചെയ്യുന്നവരല്ലേ? ഈ കാർബൺ ഡെറിവേറ്റീവ്സ് കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ സ്കൂളിൽ പഠിച്ചവർ, ഈ CHCHL എന്നൊക്കെ ഉള്ള ഫോർമുല പോളിമറിനൊക്കെ വരുന്നുണ്ട്. അത് ഈ ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ്. പ്ലാസ്റ്റിക് പാത്രം വാങ്ങിക്കണമെങ്കിൽ പോട്ടെ, ഈ ചരക്ക് വണ്ടികൾ സംസ്ഥാനങ്ങൾ കടന്നു പോകണമെങ്കിൽ, ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് കാർഷിക വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള പല കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഈ ക്രൂഡ് ഓയിൽ വിലയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ വില അങ്ങനെ. അടുത്ത് ഗോൾഡിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങളെ കൂടുന്നുള്ളൂ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വയനാട് MP പറയുകയുണ്ടായി, അൺലോക്ക് ചെയ്യപ്പെട്ട ഇന്ത്യയിൽ കോവിഡും പെട്രോൾ പ്രൈസുമാണെന്ന്. വളരെ കൃത്യമാണ്. പക്ഷേ മറ്റൊന്നുകൂടി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. 32,000 രൂപയിൽ കഴിഞ്ഞ വർഷം കിടന്നിരുന്ന സ്വർണം 46% കൂടി ഏതാണ്ട് 46,000 രൂപയിലാണ് കിടക്കുന്നത്. പൊതുവേ സാധാരണക്കാരനെ എത്ര ബാധിക്കില്ല. എന്നാൽ പോലും ഈ ചൈനയും അമേരിക്കയുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ്, അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സാധാരണക്കാർക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾ ആണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ചെയ്യുന്നത് എന്നാണ്. സർക്കാരിന് പൈസ കിട്ടുന്നുണ്ട്, ഈ എണ്ണ കമ്പനികൾക്കും കുഴപ്പമില്ല. ഇത് ആരെ സഹായിക്കാനാണ്? ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും BJPയെ വിമർശിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് സമയം എനിക്ക് തരണം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയുടെ കരിദിനത്തിൻ്റെ ആ ഓർമ്മ നിലനിൽക്കുന്ന ദിവസമാണ്. ഇന്ന് മറ്റൊരു ദുരന്തവും കൂടി ഈ രാജ്യത്തുണ്ടായിരിക്കുക. കാരണം അതും രാഷ്ട്രീയപരമായിട്ട് നല്ലതാണ്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് പശ്ചിമ ബംഗാളിൽ ഒറ്റ മുന്നണിയായി വന്നതിൻ്റെ എന്താ പറയുക, ആ സുദിനമാണിത്. അതുകൊണ്ട് ശ്രീ KN ബാലഗോപാലും അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഷമാ മുഹമ്മദുമൊക്കെ വളരെ സന്തോഷിക്കുന്നുണ്ടാവും. നാളെ കേരളത്തിൽ ഇതേപോലെ വരേണ്ടതാണല്ലോ. ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ചെയ്തികളും എന്തായാലും ഇടതുപക്ഷവും വലതുപക്ഷവും ഇല്ലാത്തൊരു പക്ഷം, രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നൊരു പക്ഷം മുമ്പ് ദേശീയ തലത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വാക്കുകൾ ഒന്ന് തന്നെ ആയിരിക്കും എന്ന് ഇപ്പോൾ കേരളത്തിലുള്ളവർക്കും അറിയാം. എന്തായാലും ശരി, ഇവിടെ ഏറ്റവും വലിയ കൊള്ള നടന്നിരിക്കുന്നത് ഷമാ മുഹമ്മദ് മനസ്സിലാക്കാനാണ്. കേരളത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ള ഇലക്ട്രിസിറ്റി കൊള്ളയാണ്. ഷോക്കടിപ്പിച്ച് കൊന്നേക്കുക കേരളീയരെ മുഴുവൻ. അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ലാതെ ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ചേർന്ന് BJPയെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ ചർച്ച പ്രയോജനപ്പെടുത്തിയത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിരുകവിഞ്ഞ വിധേയത്വമായിപ്പോയി എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. സുരേഷ്, ഈ KSEBിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഇടപെട്ട്, ഞാൻ പറഞ്ഞു തീർന്നില്ല. നേരത്തെ അവർ ഉപയോഗിച്ച പണമാണെങ്കിലും അത് കുറയ്ക്കുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പലർക്കും വലിയ സബ്സിഡിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ളൊരു ഷോക്കടിപ്പിപ്പും കൊള്ളയും നടത്തിയതിന് ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കുറേ വിദ്യയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ പൈസ കിട്ടേണ്ടതൊക്കെ 1000 രൂപ കിട്ടേണ്ടിടത്ത് 46,000 രൂപ വാങ്ങേണ്ടിടത്ത് 46,000 രൂപ കൊള്ളയടിച്ച കേരളത്തിലെ ഒരു സർക്കാരിനെ പോലെ ഇന്ത്യയിൽ മറ്റൊരു സർക്കാരും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ശരി, കേന്ദ്ര സർക്കാർ എന്തെങ്കിലും കണ്ണിൽ പൊടിയിടാനെങ്കിലും ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഈ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവിടെ വലിയ സിനിമാ കഥയൊക്കെ അവതരിപ്പിച്ച ആൾക്കാരുൾപ്പെടെയുള്ളവർ കേൾക്കേണ്ടത്, ഇതാണ് പ്രാഞ്ചേട്ടൻ്റെ കഥയ്ക്ക് ഏറ്റവും യോജിക്കുന്നത്. KSEBിയുടെ ഈ വെട്ടിപ്പ് നടത്തിയ ആളിനെയാണ് ആ രീതിയിലൊക്കെ ഉപമിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുക. മാത്രമല്ല, ഈ കോവിഡ് ദുരന്ത സമയത്ത് കൊള്ളയടിക്കാൻ, കരിമണൽ മുതൽ മണൽ കൊള്ള ഉൾപ്പെടെയുള്ള കൊള്ളകൾ നടത്താനും ഇന്ത്യയിലെ ആരോഗ്യ ഡാറ്റ അമേരിക്കൻ കമ്പനിക്ക് ചോർത്തിക്കൊടുക്കാനുമൊക്കെ പണിയെടുത്ത വേറെ ഒരു സർക്കാരും ഉണ്ടാവില്ല. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് ഈ കൊറോണയേക്കാൾ അപകടകാരിയായിട്ടുള്ള വൈറസാണ് കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്ത സമയത്ത് നിൽക്കുന്നത്. ഇന്നിതാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതേപോലൊരു ദുരന്ത സമയത്ത് കൊള്ള നടത്തിയ ഒരുത്തനെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. അവൻ ഇന്ന് പാർട്ടിയുടെ വേദിയിൽ വന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവൻ ഇന്ന് വേദിയിൽ വന്ന് സഖാക്കന്മാർക്ക് ഉദ്ബോധന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. സുരേഷ്, ഈ രാജ്യത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റാൻ അങ്ങേക്ക്
ഏതെങ്കിലും ഒരു പ്രാദേശിക പ്രശ്നം എതിർ പാർട്ടികളിൽ ഉള്ളത് ചൂണ്ടിക്കാട്ടിയാണോ നിങ്ങൾ രക്ഷപ്പെടാൻ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ശ്രദ്ധ നിങ്ങൾക്ക് ആവശ്യമുള്ള ശ്രദ്ധയിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ വന്ന് നിന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കുന്നത്. നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കാൻ, ഈ കേന്ദ്ര സർക്കാരിനെ അങ്ങനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഇവിടുത്തെ ഷമാ മുഹമ്മദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് 5 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ സ്വപ്നത്തിൽ പോലും രാഹുൽ ഗാന്ധി പറഞ്ഞത് 5 ലക്ഷം കോടി രൂപയുടെ പാക്കേജാണ്. നരേന്ദ്രമോദി സർക്കാർ 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജായി രാജ്യത്ത് പ്രഖ്യാപിച്ചത്. ആ പാക്കേജിനെ കുറിച്ചാണ് ഇപ്പോ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അത് പാക്കേജല്ല, പണമില്ല, അതിനകത്ത് ക്രെഡിറ്റ് ആണ്, ലോൺ വാങ്ങി കാര്യങ്ങൾ നടത്തിക്കോണം. ഡോക്ടർ ലാലെ, ഇവിടുത്തെ ബാങ്കുകൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഓരോരുത്തർക്ക് ലോൺ കൊടുക്കുകയും ആൾക്കാർ അത് വാങ്ങിച്ചു തുടങ്ങുകയും കോടിക്കണക്കിന് ആൾക്കാർക്ക് ഈ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ അതിന്റെ ഗുണഫലം ലഭിക്കുകയും എത്ര അതിഥി തൊഴിലാളികളാണ് കൂട്ട പലായനത്തിനിടയിൽ മരിച്ചു വീണത് എന്നതും ഈ പാക്കേജിന്റെ ഗുണമായിട്ട് വേണോ? ആ കൂട്ടപലായനത്തിനിടയിൽ മരിച്ചു വീണത് 2 സംസ്ഥാനങ്ങളിലാണ്. ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ശിവസേനയും ഒരുമിച്ച് ചേർന്ന് ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും. അതൊന്നും ഇന്ത്യയിലല്ലേ സാർ? ഈ മഹാരാഷ്ട്രയിലും ഈ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്കും വിമർശിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ട്രെയിനിൽ കയറ്റി വിടേണ്ട ഉത്തരവാദിത്വം അതാത് സംസ്ഥാന സർക്കാരുകൾക്കാണ്. അപ്പൊ ഈ പാക്കേജ് അതിൽ പെടുന്നില്ലേ? ഈ സംസ്ഥാനങ്ങളിൽ പെടുന്നില്ലേ? അവർക്ക് പാക്കേജ് ഉള്ളതുകൊണ്ടല്ലേ ഒരു നാഷൻ ഒരു വേജ് ഇവിടെ നടപ്പാക്കപ്പെട്ടത്. അവർക്ക് പാക്കേജ് ഉള്ളതുകൊണ്ടല്ലേ 40,000 കോടി രൂപയുടെ അധിക പണം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ സർക്കാർ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ചെലവഴിച്ചത്. അവർക്ക് പാക്കേജ് ഉള്ളതുകൊണ്ടല്ലേ ഗരീബ് കല്യാൺ റോസ്ഗാർ യോജന എന്ന നിലയിൽ 50,000 കോടി രൂപ കൊടുത്തിട്ട് അവർക്കെല്ലാം അവരുടെ സ്ഥലങ്ങളിൽ പണി. ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒറീസ, ജാർഖണ്ഡ് ഈ 6 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി 50,000 കോടി രൂപയുടെ പാക്കേജ് കൊടുത്ത് കേരളത്തിൽ നിന്നുൾപ്പെടെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ തന്നെ ജോലി കൊടുക്കാനുള്ള പദ്ധതി ഫലമായിട്ടുണ്ടായ സർക്കാരിന് കിട്ടിയ പണം ഉൾപ്പെടെ ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് കോവിഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രവാസികൾക്കും അതിഥി തൊഴിലാളികൾക്കും വിമാനങ്ങളിൽ വരുന്നവർക്കും ഒക്കെ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാം, അവർക്ക് നേട്ടമുണ്ടാക്കാം, അവർക്ക് വേണമെങ്കിൽ വിമാന കൂലി കുറച്ച് കൊടുക്കാം, ഈ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാം, ഈ കോവിഡ് ടെസ്റ്റുകൾക്ക് ലാബുകൾക്ക് കൂടുതൽ സബ്സിഡികൾ അനുവദിക്കാം എന്നൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കാം. ഫസൽ ഗഫൂർ അവർ ഇവിടുന്ന് ചർച്ച ചെയ്യുന്നു പോയോന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ലാലെ, ഇവിടെ കോവിഡ് പ്രതിരോധ രംഗത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള പണത്തിന് അപ്പുറം എന്തെങ്കിലും എവിടെന്നെങ്കിലും കടം വാങ്ങി ചെലവഴിച്ചിട്ടുണ്ടോ? പറയൂ. ഞാൻ ഫസൽ ഗഫൂർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ ടാസ്ക് ഫോഴ്സ് അംഗമായിരുന്നല്ലോ. അദ്ദേഹം കുറച്ചുകൂടെ ആധികാരികമായി പറയുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇവിടെ ഈ രാജ്യത്ത് എവിടെയൊക്കെ നടക്കുന്നുണ്ടോ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ എത്ര പരാതികൾ കേട്ടതാണ് സമയത്ത് കൊടുക്കാതെ. ഇപ്പൊ ഫസൽ ഗഫൂർ തന്നെ പറഞ്ഞത് എന്താണ്? വിമാനം ആവശ്യത്തിന് കൊടുക്കാതിരിക്കുക, അത് കഴിഞ്ഞ എല്ലാ വിമാനങ്ങളും പറഞ്ഞതിലേക്ക് ഞാൻ വരാന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനം കോവിഡ് പ്രതിരോധ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. പ്രവാസികളെ നിങ്ങൾ വെള്ളം കൊടുത്തിട്ട് നിങ്ങളുടെ കണ്ണൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പിണറായി വിജയനാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത്, പിണറായി വിജയനാണ് ടിക്കറ്റ് എടുക്കുന്നത്, പിണറായി വിജയൻ ഇൻകുലാബ് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചില്ലേ സാമൂഹ്യ അകലം പാലിക്കാൻ? ആ സമയത്തും ആ 11,000 കോടി രൂപ ഈ പ്രവാസികളെ അവരുടെ നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയും അവർക്ക് കുപ്പിയിൽ വെള്ളം കൊണ്ട് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനുമായി കേന്ദ്ര സർക്കാർ നൽകിയതിൽ നിന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും കണ്ടിക്കാൻ പറ്റുമോ? വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് 3 ഇരട്ടി പണം, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിന്റെ ഫലമായി സീറ്റുകൾ 3 സീറ്റിന് ഒരു സീറ്റിന് ഒരാൾക്ക് പണം വാങ്ങിയിട്ട് എല്ലാ സീറ്റിലും ആളെ നിറച്ചു കൊണ്ടുവന്ന് ഈ പറഞ്ഞ അങ്ങ് കൊടുക്കുന്ന വെള്ളം, മാസ്കും ഇതിലെല്ലാം വേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതിൻ്റെ ഫലമായി വരുന്ന ആളുകൾക്ക് രോഗമുണ്ടാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് ഫസൽ ഗഫൂർ പറഞ്ഞത്. അദ്ദേഹത്തിന് ഒന്നുകിൽ വിഡ്ഢിത്തം അല്ലെങ്കിൽ പക്ക രാഷ്ട്രീയം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 1 ലക്ഷം ആൾക്കാർ വന്നു, 1 ലക്ഷം പ്രവാസികൾ കേരളത്തിലേക്ക് വന്നു, എന്നാൽ 1 ലക്ഷത്തിനോട് അടുത്ത് വന്നു. ഇവിടെ പ്രവാസികൾക്കായിട്ട് അവരുടെ രോഗം പകർന്നിരിക്കുന്നത് 1600 പേർക്കാണ്.
ഇന്ന് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ വളരെ വ്യക്തമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഈ ഫസൽ ഗഫൂർ അദ്ദേഹം എന്ത് കണക്കാ പറഞ്ഞത്? ഇവിടെ 1.5% വന്നതിൻ്റെ 1.5% ആൾക്കാർക്ക് കോവിഡ് ബാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇന്ന് വരെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. നിങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന ശത്രുതാപരമായിട്ടുള്ള മനോഭാവത്തിന്റെ ഫലമായിട്ട് ഫസൽ ഇടതുപക്ഷ സഹയാത്രികനും അതോടൊപ്പം തന്നെ SDPI സഹയാത്രികനും ഒക്കെ ആകാൻ പറ്റുന്ന രീതിയിൽ രൂപവേഷം ധരിച്ച ഫസൽ ഗഫൂറും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് ഇങ്ങനെ പ്രവാസികൾ കേരളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വ്യാജ കണക്കാണിത്. ശരി, അപ്പോൾ ചോദിക്കട്ടെ, ഈ SDPIയുടെ അനുയായിയെ പോലെയോ ഒക്കെ പെരുമാറുന്നതിന് എന്ത് രൂപമാണ് അങ്ങ് നിർവചിക്കുന്നത്? ഡോക്ടർ ഫസൽ ഗഫൂറിന് ഒരു രൂപം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് ആ രൂപം? ഇപ്പോ അതിനെ കുറിച്ച് അത് നമുക്ക് സംസാരിക്കാം. അത് ഞാൻ മുമ്പ് പല ചർച്ചയിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലല്ല, ഇദ്ദേഹത്തിന്റെ നീതികേട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇദ്ദേഹം ടാസ്ക് ഫോഴ്സിന്റെ അംഗമായിരുന്ന കേരളത്തിലെ കൊറോണ പ്രതിരോധ ടാസ്ക് കമ്മിറ്റി ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ ഉണ്ട്. അതെങ്കിലും ഫസൽ ഗഫൂർ വായിച്ചിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വാങ്ങുന്ന ടാക്സിന്റെ എത്ര വിഹിതമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഡോക്ടർ ലാൽ, ഫസൽ ഗഫൂർ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ പ്രകാരം ഇവിടെ എല്ലാം നടന്ന് അവസാനമാണ് എയർ കണക്ടിവിറ്റി ആവേണ്ടത്. അതായത് എയർ കണക്ടിവിറ്റി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടേ തുടങ്ങാവൂ എന്ന് പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കുകയും ആ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ടാസ്ക് ഫോഴ്സിലുള്ള ആൾ ഇവിടെ ഇരുന്ന് പറയുന്നു ഇതൊക്കെ പണ്ടേ തുടങ്ങേണ്ടതല്ലായിരുന്നോ, ഇതൊക്കെ നേരത്തെ ഫ്ലൈറ്റ് വിടേണ്ടതല്ലായിരുന്നോ, ഇത് എന്തോ ഒരു നീചമായ രാഷ്ട്രീയം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും ഇതുപോലെയുള്ള വരുന്നവർ ചെയ്യാൻ പാടില്ല. ബാലഗോപാൽ, പക്ഷേ ഈ കാര്യങ്ങൾ ഞാൻ വരാം എല്ലാവർക്കും സമയം കിട്ടണമല്ലോ. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ കേന്ദ്ര സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അവർ തരുന്ന പണം ഉപയോഗിച്ചാണ് ലോകം മുഴുവൻ കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഇന്ധന വിലയിലൂടെ കൊള്ളയടിക്കുന്നുവെന്ന് നിങ്ങളൊക്കെ പറയുന്ന വിഹിതം എവിടേക്ക് പോകുന്നു എന്നതിനുള്ള ഉത്തരം ആകുന്നുണ്ടോ? അല്ല, ഒരു ചർച്ചയിൽ സാധാരണ നമുക്കെല്ലാം ബോധ്യപ്പെടുത്തുന്ന ഒരു ലോജിക്കുകൾ വേണം, പറയുന്നതിനകത്ത് പോയിന്റുകൾ വേണം. ആകെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും BJP പ്രതിനിധിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസരമാണ്. അതുകൊണ്ട് എന്തൊക്കെയോ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ എവിടുന്നൊക്കെയോ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റിയൊന്നും അല്ല അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയാനേ പറ്റൂ. കാര്യം ഇവിടുത്തെ പ്രശ്നം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരിയെ നേരിടുന്നതിന് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? അദ്ദേഹം പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളൊന്നും ചെയ്യുന്നില്ല, എല്ലാം കേന്ദ്രത്തിൽ നിന്ന് കൊടുത്താണ്, കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ്. കേന്ദ്രം 20 ലക്ഷം കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചതിനെപ്പറ്റി വലിയ വിമർശനം വന്നല്ലോ. അതിനകത്ത് 1,60,000 കോടി രൂപ മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന നിലയിൽ ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ചില ഗ്യാരണ്ടികൾ, ലോൺ എടുക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ലോക്ക്ഡൗണിന് ആളുകളെ വിധേയമാക്കി ആളുകളെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റുതലയ്ക്കാനും കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ സ്വകാര്യവൽക്കരണം എന്നുള്ള കോർപ്പറേറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുക ചെയ്തത്. അവശ്യ സാധന നിയമം എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞു, പകരം അത് മാറ്റുന്ന ഓർഡിനൻസ് വന്നു, മറ്റു ചില നിയമങ്ങളും എടുത്തു. ഇന്ത്യ വൺ മാർക്കറ്റ്. ഇന്ത്യയിൽ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കടത്താനും വില കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കമ്പനികൾക്ക് അവസരം കൊടുത്തു. ഇന്ത്യയിലെ മുഴുവൻ സാധനങ്ങൾ കൂടി ഏതെങ്കിലും ഒരു കമ്പനി മേടിച്ച്, കാർഷിക സാധനങ്ങൾ മുഴുവൻ ഒരു കമ്പനി ധാന്യങ്ങളോ മറ്റ് സാധനങ്ങളോ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ വില നിയന്ത്രിക്കാനും പൂഴ്ത്തിവെക്കാനുള്ള അവസരം കൊടുത്തു. ഇതൊക്കെ എന്തിനാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ 20 ലക്ഷം കോടിയുടെ പേരിൽ 1,60,000 കോടി രൂപ മാത്രമാണ് ആകെ കൊടുത്തത്. അതിനകത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ഒരു 40,000 കോടി രൂപ മാറ്റിവെച്ചു. അതുതന്നെ ആവശ്യം വളരെ പരിമിതം. അതല്ലാതെ ഒരു പൈസയും സാധാരണക്കാരന് ചെല്ലില്ല. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തതിനെപ്പറ്റി ചോദിച്ചു. അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അമേരിക്ക മുതലാളിത്ത രാജ്യമാണ്, അങ്ങേയറ്റം വലതുപക്ഷ നയങ്ങളാണ്. പക്ഷേ അമേരിക്കയിൽ ഉൾപ്പെടെ 7-8% GDPയുടെ 7-8% അവർ തൊഴിലാളികൾക്ക്, അവിടുത്തെ വ്യവസായങ്ങൾക്കെല്ലാം അടച്ചുപൂട്ടലിന് വിധേയമായവരെ അവർക്ക് തൊഴിലില്ലായ്മ വേതനമോ പ്രവർത്തനത്തിനുള്ള പദ്ധതികൾ കൊടുത്തു. അതൊന്നും കൊടുക്കാൻ ഇവിടെ തയ്യാറായില്ല. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തതുൾപ്പെടെ എന്താ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ പട്ടിണി മരണം ഉണ്ടാവാതെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗകര്യങ്ങൾ എത്തിച്ചു കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ലോകത്താകെയുള്ള മാധ്യമങ്ങൾ അത് പറയുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് എതിർപ്പുള്ളവർ പോലും അത് അംഗീകരിക്കുന്നു.
ഇവിടെ എല്ലാവർക്കും ഒരു വരുമാനം നോക്കാതെ വീട്ടിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പട്ടിണി മരണങ്ങൾ ഉണ്ടാവാതെ വരുമാനം നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സൗജന്യ റേഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ അരി മാത്രമല്ല, ഭക്ഷണ കിറ്റ് കൊടുത്തു. അത് കൊടുക്കുന്നത് കൂടാതെ ചികിത്സാ രംഗത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളുടെ നേട്ടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ ഏറ്റവും കുറഞ്ഞത് അവരുടെ കേന്ദ്ര നേതാക്കന്മാർ പറയുന്നെങ്കിലും അംഗീകരിക്കണ്ടേ കേരളത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനമാണെന്ന്? ഇവിടെ വന്നിട്ട് എന്തും പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ മിനിമം അംഗീകരിച്ച് ഇതനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്താൻ ശ്രമിക്കണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരും നഴ്സുമാരും പോവല്ലേ? ഇവിടെ 3% GDP-യുടെ നേരത്തെ ലോൺ എടുക്കാൻ സൗകര്യം. ഇപ്പോൾ 3.5% എടുക്കാം, 5% വരെ ഒരു പെർമിസീവ് സാങ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. 0.5% അത്യാവശ്യം ഈ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചിലവാക്കാൻ ലോൺ എടുക്കാൻ അവസരം തന്നു. ആ ലോൺ എടുത്തിട്ട് കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര കാലം ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വ്യക്തിപരമായി ഞാൻ പറയാം, ഗവൺമെൻറ് അഭിപ്രായമൊന്നും പറയാൻ ഞാനാണല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും റവന്യൂ നിന്നിരിക്കുക. നമ്മുടെ ടാക്സ് GST പോലുള്ള ടാക്സ് ഇല്ല. പെട്രോളിയം ചിലവില്ലാത്തത് കൊണ്ട് പെട്രോളിൻ്റെ ടാക്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൽക്കഹോൾ മദ്യമില്ലായിരുന്നു, അതിൻ്റെ ഡ്യൂട്ടി ഇല്ല, ലോട്ടറി ഇല്ല. ഇതൊന്നുമില്ലാതെ സംസ്ഥാന സർക്കാർക്ക് ഈ പൈസ അല്ലാതെ വേറൊന്നുമില്ല. GST നടപ്പിലാക്കിയതോടുകൂടി എല്ലാ ടാക്സും കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഒരു പൈസ ഇല്ല. എന്നിട്ട് അവിടെ കിട്ടുന്ന പൈസ, ഇവിടെ നേരത്തെ ലാല് പറഞ്ഞല്ലോ, 5 ലക്ഷം കോടി രൂപയെങ്കിലും ഒരു വർഷം ഇപ്പോൾ അഡീഷണലായിട്ട് കളക്ട് ചെയ്യുന്നു ഈ പെട്രോളിയം ടാക്സ്. എങ്ങോട്ടായി പൈസ പോകുന്നത്? ഏറ്റവും കുറഞ്ഞ ഇത് ആളുകൾക്ക് അവരുടെ ജീവൻ കിടക്കാൻ വേണ്ടി കൊടുക്കണ്ടേ? ജീവൻ കിടക്കാൻ വേണ്ടി പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലും ചെയ്യാത്ത BJP ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാജ്യം നിലനിൽക്കണം. ഏകാധിപതികളായ രാജാക്കന്മാരുടെ കാലത്തും രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം കിടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അടിമകളെ കൊണ്ടുപോയി ജോലി ചെയ്യിക്കുന്ന അമേരിക്കയിലെ അടിമക്കച്ചവടം നടത്തിയിരുന്ന അവിടുത്തെ മുതലാളിമാരും സാധാരണക്കാർക്ക് ജീവൻ കിടക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. ഇവിടെ ഇതൊന്നുമില്ല. മോഡിയുടെ ഗവൺമെൻറ് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിന് ഓശാന പാടാനേ BJP നേതാക്കന്മാർക്ക് പറ്റൂ. ഇവിടുത്തെ കേവലം ഇടതുപക്ഷത്തിൻ്റെയോ കേരള ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ തകർക്കുന്ന ഇത്രയും മോശപ്പെട്ട നിലപാടെടുത്തിട്ടുള്ള ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അങ്ങനൊരു ഗവൺമെൻറ് പ്രതിനിധികളായിട്ട് വന്നിരുന്നിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേരളത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ ജനങ്ങൾക്കറിയാം. 5 വർഷക്കാലം എന്താ, കഴിഞ്ഞ 4 വർഷക്കാലം ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്ത് ഇവിടുത്തെ ആരോഗ്യരംഗത്തിൻ്റെ മെച്ചം ഞാൻ എടുത്ത് പറയണ്ട. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടം, സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ ഓരോ കോളേജിനും 4-5 കോടി രൂപയുടെ ബിൽഡിങ്ങും സൗകര്യങ്ങളും സ്കൂളുകളിലെ പൊതുസ്കൂളുകൾ മെച്ചപ്പെടുത്താൻ ചെയ്ത കാര്യങ്ങൾ, ഭക്ഷണ രംഗത്ത്, അങ്ങനെ ഓരോ രംഗം എടുത്താലും കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് ആളുകൾക്കറിയാം. അതൊരു മാതൃകാപരമായ കാര്യമല്ലേ കേരളത്തിൽ നടന്നിട്ടുള്ളത്? 2-3 ലക്ഷത്തിലും വീട് പുതുതായിട്ട് വെച്ച് കൊടുത്തു. വീടില്ലാത്ത അപൂർവ ആളുകളെ അവശേഷിക്കുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യയിലാകെ ചെയ്യാൻ പെട്ടെന്ന് കഴിയില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ പറയുന്നത് ഇതൊന്നും പ്രശ്നമല്ല. അത് BJP കേരളത്തിൽ പറയണ്ട. ഈ കാര്യങ്ങൾക്ക് നിന്ന് ഒരു ആളുകളിങ്ങനെ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തണ്ടേ? അതിനുവേണ്ടി ഒരു ശ്രമം നടത്താതെ ഈ നടത്തുന്ന ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിലയിരുത്തും. BJP നേതാക്കന്മാർ പറയുന്നതിനകത്ത് അർത്ഥരഹിതമായ കാര്യങ്ങളെന്നുള്ളതുകൊണ്ട് അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതിനകത്ത് എനിക്ക് അവരുടെ സഹതാപമുണ്ട്. കാരണം അവരുടെ മനസ്സിൽ പോലും ഇത്തരം ഒരു സമീപനത്തോട് യോജിപ്പില്ലായിരിക്കും. കാരണം നേരത്തെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ BJPക്കകത്തുള്ള സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് ശ്രീ സുരേഷ് ഡൽഹിയിൽ വന്നു. അദ്ദേഹം അന്ന് BJP പ്രവർത്തകനാണ്, ഇങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാൻ MP ആയിരിക്കുന്ന സമയത്താണ്. അന്ന് അദ്ദേഹം ഈ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് BJP ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്വകാര്യവൽക്കരണ നിലപാടുകൾക്കെതിരായിട്ടും കോൺഗ്രസ് ഗവൺമെൻറ് അതിനെതിരായിട്ട് പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാനോടിരിക്കുന്ന പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ തെളിവ് തരാനായിട്ട് വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീ ശാന്തകുമാറാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊമേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അന്ന് ആ കമ്മിറ്റിയുടെ ചെയർമാൻ പഴയ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാനോടിരിക്കുന്ന പാർലമെൻറ്റ് കമ്മിറ്റിയിൽ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് ഉള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സ്വദേശി ജാഗരണൻ മഞ്ചിൻ്റെ പ്രവർത്തകനായിട്ട് അന്ന് വന്നിരുന്നു ഞാൻ ഓർക്കുന്നു. അദ്ദേഹം BJPയുടെ ഇത്രയും കടുത്ത നിലപാടുള്ള അങ്ങേയറ്റം ഈ ഹിന്ദുത്വ നിലപാട്, ഇത്തരം ഒരു നിലപാടുമെല്ലാം എടുത്ത് അതിനകത്ത് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ആളെന്ന് എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. അദ്ദേഹം BJPയുടെ അനുഭാവി. പക്ഷേ സ്വദേശി ജാഗരണൻ മഞ്ചിൻ്റെ ആളാണല്ലോ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അന്നൊരു സ്നേഹം തോന്നി. പക്ഷേ ആ സ്വദേശി ജാഗരണൻ മഞ്ച് എവിടെ പോയി? എന്താ രാജ്യത്ത് നടക്കുന്നത്? നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഇപ്പോൾ വേണ്ടേ? ഗവൺമെൻറ്റിൻ്റെ നിങ്ങളുടെ പാർട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തകനാകുമ്പോൾ ഓപ്പണായിട്ട് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതിനകത്ത് ഫൈറ്റ് ചെയ്യണ്ടേ? നിങ്ങളുടെ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന BJPയുടെ ട്രേഡ് യൂണിയൻ ഓപ്പണായിട്ട് പറയുന്നുണ്ടല്ലോ ഈ രാജ്യത്തെ തകർക്കും.
പൊതുമേഖലയെ തകർക്കും, തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമാകുന്നു, ഏറ്റവും ഗുരുതരമായ സ്ഥിതിയാണ് എന്ന് അവിടുത്തെ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയല്ലേ. അതുകൊണ്ട് വളരെ അപകടമാണ്. രാഷ്ട്രീയ വോട്ടിൻ്റെ ഒന്നും അല്ല പ്രശ്നം, രാജ്യം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാം കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാം. ഡോക്ടർ ഷമ മുഹമ്മദ്, ഈ കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിലിൻ്റെ ആവശ്യം ശ്രീ സുരേഷ് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് മുൻപ് പറഞ്ഞ കാര്യം കൂടിയാണ് ശ്രീ കെ എൻ ബാലഗോപാൽ ഓർത്തത്. ഒരുപക്ഷെ ഇപ്പോൾ ഡോക്ടർ ഷമ മുഹമ്മദിൻ്റെ പാർട്ടിയും പ്രതിപക്ഷത്താണ്. ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നിങ്ങളും ശ്രമിക്കേണ്ട ഒരു കാര്യം അല്ലേ ശ്രീ കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്? രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു MP കൂടിയാണ്. കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നും രാജ്യത്തെ കാര്യങ്ങൾക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതും അതിന് ശക്തി കുറയുകയാണോ? ഡോക്ടർ ഷമ മുഹമ്മദ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളൊക്കെ ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അങ്ങനെ ഒരു പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്നും നടക്കുന്നുണ്ട്. ഞങ്ങൾ വിമർശിക്കുന്നുണ്ട് BJP-നെ. അവർ വിമർശിക്കേണ്ട സമയത്ത് എവിടെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്? കേരളയിൽ നമ്മൾ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശ്രീ സുരേഷ് പറഞ്ഞു, ഞാൻ ഇന്നത്തെ അതന്നെ എന്നോട് ആ ചോദ്യം ചോദിച്ചില്ല. അഫ്കോഴ്സ് ഇവിടെ കൊള്ള നടക്കുന്നുണ്ട്. മറ്റേ ഇതിന്റെ ഇലക്ട്രിസിറ്റിയുടെ കൊള്ള നടക്കുന്നുണ്ട് കേരളയിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നു. അതിന് ഇവിടുത്തെ രമേശ് ജി അതിന് വേണ്ടിയിട്ട് ഇത് നടത്തി പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തു എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയുന്ന കാര്യം. അത് നടന്നുകൊണ്ടിരിക്കുന്നു. വേറെന്ന് പറഞ്ഞാൽ പ്രവാസികൾ പുറത്തുനിന്ന് വരാൻ വിടുന്നില്ല പിണറായി വിജയൻ CM. പ്രവാസികൾ ഇല്ലെങ്കിൽ കേരള ഇല്ല. എത്ര ഇൻകമാണ് പ്രവാസികളെ കൊണ്ട് $1 ബില്യൺ. ഡോക്ടർ ഷമ മുഹമ്മദ് പലപ്പോഴും കാര്യങ്ങൾ അറിഞ്ഞു മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് CM-ന്റെ വാർത്താ സമ്മേളനം കേട്ടോന്ന് എനിക്കറിയില്ല. 1 ലക്ഷത്തോളം പ്രവാസികൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. CM കൂടുതൽ ആളുകൾ അടുത്ത 50 വിമാനങ്ങൾ നാളെ വരുന്നതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പ്രവാസികൾ കൂടുതൽ എത്തുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും ഈ ടെസ്റ്റ് നടത്തിയും സുരക്ഷയോടുകൂടിയും വരണം എന്നുള്ളതാണ്. അതിപ്പോൾ പ്രവാസികൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആ കാര്യത്തിലൊരു തർക്കം ഇപ്പോൾ അവർക്ക് പോലുമില്ല. ഡോക്ടർ ഷമ മുഹമ്മദ് ഈ കാര്യത്തിൽ ഇപ്പോൾ കേരള സർക്കാരിനെതിരായിട്ടൊന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ എന്നതുകൊണ്ട് മാത്രം പറയുന്നതാണോ? ഇവിടെയാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ട ശക്തി പോരാ എന്ന് ശ്രീ കെ എൻ ബാലഗോപാലൊക്കെ പറയുന്നത്. ഡോക്ടർ ലാൽ, ഞാൻ CPM-ന്റെ എതിരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വന്ന് പെട്ടെന്ന് അതിൻ്റെ അകത്ത് കയറും. പ്ലീസ്, ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ സംസാരിക്കാൻ വിടണം. CPM ചെയ്യുന്ന തെറ്റ് കാര്യം ഞങ്ങൾ എടുത്തു പറയണം. അത് ശരിയാ. പ്രവാസികൾ എന്നെ വിളിക്കുന്നുണ്ട് അവിടുന്ന്, സൗദിയിൽ നിന്നും ദുബായിൽ നിന്നും. മാഡം, ഈ ടെസ്റ്റ് 25,000 റുപ്പീസ് ഉണ്ട്, ഞങ്ങൾ എങ്ങനെ കൊടുക്കും ഇത്? ആദ്യം എന്താ പിണറായി വിജയൻ പറഞ്ഞു എല്ലാവർക്കും ഇവിടെ തിരിച്ചു വരാം. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ 2.5 ലക്ഷം ബെഡ് ഉണ്ട്, എല്ലാം തയ്യാറായിട്ടെന്ന്. പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് മാറി? അപ്പം അദ്ദേഹവും മോദിയുടെ ഒരു ചെറിയ ഏട്ടനായിട്ട് ഉള്ളത് അവിടെ പ്രഖ്യാപിക്കും. പക്ഷെ എല്ലാം അതൊന്നും ഇല്ല, വെറുതെ പ്രഖ്യാപിക്കും. അപ്പം എല്ലാവരും അവരെന്തുകൊണ്ടാണ് ഇപ്പം തിരിച്ചു വരുന്നത്? പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തുകൊണ്ട് ഞങ്ങള് ലീഡർ ഓഫ് ഓപ്പോസിഷൻ രമേശ് ജി പ്രൊട്ടസ്റ്റ് ചെയ്തു. അതുകൊണ്ട് അവർ തിരിച്ചു വരുന്നത് ഇപ്പം മനസ്സിലായി. എന്താണെന്ന് $13 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം പ്രവാസികൾ കൊടുക്കുന്ന കേരളയില്. പ്രവാസികൾ ഇല്ലെങ്കിൽ കേരള ഇല്ല. അവരാണ് ഏറ്റവും അധികം ഞങ്ങള് റെമിറ്റൻസ് തരുന്നത്. അപ്പൊ അവർക്ക് രോഗം വരട്ടെ എന്നാണോ? അങ്ങനെ എല്ലാ പൈസയും തരുന്ന, കേരളത്തിന് വിഹിതം തരുന്ന പ്രവാസികൾക്ക് രോഗം വന്നോട്ടെ, അവരെങ്ങനെയെങ്കിലും വന്നോട്ടെ എന്നാണോ? അല്ല, അതിന്റെ ഞാൻ പറയുന്നത്, ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അവിടെ നിന്ന് എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനോ ഹോം ക്വാറന്റൈൻ, ടെസ്റ്റ് പോസിറ്റീവ് എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, മറ്റവർക്ക് ഹോം ക്വാറന്റൈൻ ചെയ്യണം. അതല്ല ആദ്യം പറഞ്ഞ കാര്യം. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ രോഗം ഉണ്ടാവുമല്ലോ. കാരണം വിമാനത്തിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് രോഗമുള്ളവരും അല്ലാത്തവരും കയറി വരുമ്പോൾ അവർക്ക് രോഗം ഉണ്ടാകില്ലേ? അപ്പൊ പലവരും അങ്ങനെ പോകും. അത് ആദ്യം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ അത് മാറ്റിയത്? ആദ്യം ആൾക്കാർ എങ്ങനെയാ തിരിച്ചു വന്നത്? പിന്നെ പെട്ടെന്ന് എന്തിനാ ഇദ്ദേഹം പറഞ്ഞത്? ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ബെഡ്സ് ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണല്ലോ. ഇത് ഓരോ അനുഭവത്തിലൂടെയാണല്ലോ പുതിയ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക. അതന്നെ ആദ്യമായിട്ടുള്ള രോഗം. പിന്നെ അതുകൊണ്ട് പിണറായി വിജയൻ പ്രഖ്യാപിക്കേണ്ടായിരുന്നില്ല. അദ്ദേഹം പറയണം, ഞാൻ ഓരോ ഇതിൽ നോക്കിയിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും. ആദ്യം തന്നെ പറഞ്ഞ് നമുക്ക് 2.5 ലക്ഷം ബെഡ് ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ അങ്ങനെ ചെയ്യും.
പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവര് ഇവിടെ വന്ന് അവിടുത്തെ പൈസ അവരെന്നെ വിളിച്ച് പറയാം, മാഡം ഇവിടെ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ടെസ്റ്റ്. കുറെ പേർക്ക് തിരിച്ചു വരണം, കുറെ പേര് ജോലി പോയിരിക്കുക ഈ സമയത്ത്. നിങ്ങൾക്കറിയോ ഗൾഫില് അവർക്ക് ജോലിയില്ല, കഷ്ടമുള്ള എനിക്ക് ഫോൺ കോൾ കിട്ടുന്നുണ്ട് അവരുടെ അടുത്ത്. അപ്പം പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്ന അവിടുന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ട് അവര് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ആരല്ലേ അവർ പോസിറ്റീവ് എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അത് ഞങ്ങള് ചുമതലല്ല അവരെ ടെസ്റ്റ് ചെയ്യാൻ. അവിടുത്തെ പൈസ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്ന് കാര്യം. പ്ലസ് ഞാൻ എന്നെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ് ഈ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞ കാര്യം ശരിയായിരുന്നു. കുവൈത്തിന്റെ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ. ഞാൻ തിരിച്ചങ്ങനെ എന്നെ ഇവാക്യുവേറ്റ് ചെയ്തതാ. ഞങ്ങൾ ഒരു പൈസ കൊടുത്തിട്ടില്ല അന്നേരം ആ സമയത്ത്. കുവൈത്തിൽ നിന്ന് ഞാൻ കുവൈത്തിൽ നിന്ന് ഇറാഖിൽ പോയി, ഇറാഖിൽ നിന്ന് അമ്മാനിലേക്ക് പോയി എന്റെ ഫാമിലി. അമ്മാനിൽ നിന്നാണ് ഞങ്ങള് തിരിച്ച് ബോംബെയിൽ കൊണ്ടുപോയി. ബോംബെയിൽ നിന്ന് ഞങ്ങൾ ട്രെയിനിലിട്ടു, എന്നിട്ട് ഫ്രീ ആയിട്ട് കേരളയിൽ ഞങ്ങൾ വന്നു. എന്താ ഞങ്ങളെ അക്കൗണ്ട്സ് എല്ലാം ഫ്രോസൺ ആയിരുന്നു ആ സമയത്ത്. അപ്പം ഈ വന്ദേ ഭാരത് മിഷനില് മെന്നാന്ന് എയർ ഡെൽറ്റ അമേരിക്കൻ എയർ പറഞ്ഞിരിക്കുക, നിങ്ങൾ ഞങ്ങളെ പ്ലെയിൻ ഇങ്ങോട്ട് വിടുന്നില്ല, പക്ഷെ ഞങ്ങൾ എയർ ഇന്ത്യൻ അങ്ങോട്ട് വിടുന്നു. എന്തുകൊണ്ട്? എയർ ഇന്ത്യ ഒരേ ഒരു പ്ലെയിനായ അവർ 1 ലക്ഷം റുപ്പീസ് എടുക്കുന്ന ഓരോ ആളടുന്ന്. അപ്പൊ അവർക്കൊരു മൊണോപ്ലി ആക്കണം. ഇപ്പം എയർ ഡെൽറ്റ പറഞ്ഞിട്ട് ഞങ്ങളും വിടൂല എയർ ഇന്ത്യന്. അപ്പം ഇതെന്താ കൊള്ളയടിക്കലല്ലേ? ഈ കോവിഡിന്റെ സമയത്ത് പെട്രോളിന്റെ പൈസ കൂട്ടി. പിന്നെ ഈ വന്ദേ ഭാരത് മിഷൻ ഇവാക്വേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ അകത്ത് കൊള്ളയടിക്കുന്നുണ്ട്. പിന്നെ വേറൊന്ന് PM കെയർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എത്ര കൊള്ളയടിച്ചു, അതിൽ എത്ര പൈസ ഉണ്ട്, അതൊരു CAG ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. അതൊരു കൊള്ളയടിയല്ലേ? നിങ്ങൾ പറയുന്ന ഇവിടുത്തെ അതിഥി തൊഴിലാളികൾക്ക് തിരിച്ചു പോകണമെന്ന് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ, ആദ്യം ഈ ലോക്ക്ഡൌൺ 4 മണിക്കൂർ കൊണ്ടാണ് ലോക്ക്ഡൌൺ ചെയ്തത്. അതിന്റെ ശേഷം 5 ദിവസം അതിഥി തൊഴിലാളികൾക്ക് ഡെയിലി വേജസ് അവർ ഇപ്പൊ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അവർക്ക് ഡെയിലി വേജ് ഏത് സ്ഥലത്തും ഉണ്ടായ. അപ്പൊ ആ ഡെയിലി വേജ് അവർക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. 5 ദിവസം അവർക്ക് ഭക്ഷണം കിട്ടി, അവരുടെ സ്വന്തം പൈസ. പിന്നെ അവർക്ക് പൈസ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഫസ്റ്റ് 10 ദിവസം ഈ ശ്രമിക് ട്രെയിനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അന്നേരം തിരിച്ചു കൊണ്ടുപോയി മതിയെന്നു. നിങ്ങൾ എന്താ തെറ്റ് ഈ സർക്കാർ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ 2 മാസത്തിന്റെ ശേഷമാണ് ഈ ശ്രമിക്കിന്റെ ഈ അതിഥി തൊഴിലാളികൾക്ക് ട്രെയിൻ നിട്ടത്. ആ ട്രെയിനില് അവർക്ക് ഇൻഫെക്ഷൻ വന്നതിന്റെ ശേഷം ഇപ്പം അവർ തിരിച്ചു പോയിട്ട് അവിടെ ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് അവിടെയെല്ലാം അവർ ഇൻഫെക്ഷൻ ഇതാക്കി കൊടുക്കുക. തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഇൻഫെക്ഷൻ അതുകൊണ്ടല്ലേ കൂടിപ്പോയത്. ബിക്കോസ് ഈ സിറ്റീസിൽ നിന്നിട്ട് അവർ തിരിച്ചു പോകുന്ന സമയം 2.5 മാസത്തിന്റെ ശേഷമാണ്. അപ്പൊ അതാണ് ആദ്യത്തെ തെറ്റ്. നിങ്ങൾ ആ 4 ദിവസം പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് പറയുന്നത് 20 ലക്ഷം കോടി 20 ലക്ഷം കോടി. ഈ 20 ലക്ഷം കോടിയിൽ 0.8% GDP ഉള്ളൂ. മറ്റേതിൽ ആദ്യമുള്ള സ്കീംസ് ആണ്. എന്തുകൊണ്ട് പിന്നെ നമ്മൾ ഈ ദാരിദ്ര്യം കാരണം എന്തുകൊണ്ട് നമ്മളെ GDP കുറഞ്ഞിരിക്കുക? ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഈ പാക്കേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ GDP കുറയാൻ പാടില്ലല്ലോ. അപ്പം ഇതെല്ലാം നിങ്ങൾ ചെയ്ത് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കണം. വെറുതെ പിന്നെ ഈ PM കേരള ഫണ്ട് എന്തുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല ഈ അതിഥി തൊഴിലാളികൾക്ക് തിരിച്ചു പോവാന്? അവർക്ക് മാസത്തിൽ നിങ്ങൾക്ക് 5,000 റുപ്യ എന്താണ്ട് കൊടുക്കാൻ പറ്റാത്ത PM കേരള ഫണ്ട് ഇല്ലേ? അതെന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇതുവരെ വെറും 2,000 കോടി ഒരു വെന്റിലേറ്റർ വാങ്ങാൻ മാത്രം ഗുജറാത്തിനുണ്ട്. അത് ആംബു ബാഗ ശരിക്കുള്ള വെന്റിലേറ്റർ അല്ല. അപ്പം ഇങ്ങനത്തെ കൊള്ളയടിക്കൽ നിങ്ങൾ നിർത്തണം ഈ സമയത്ത്. വേറൊരു കാര്യം, എന്തുകൊണ്ടാ പല സ്ഥലത്തും നമുക്ക് ഈ കോവിഡ് കേസസ് കൂടിയെന്ന് പറഞ്ഞാൽ ആരും ട്രാൻസ്പെറന്റ് ആവുന്നില്ല? എന്തുകൊണ്ട്? അമിത് ഷാ എടുത്തിട്ട് പറയും വെസ്റ്റ് ബംഗാളിൽ കേസ് കൂടിയിരിക്കുക, മഹാരാഷ്ട്രയിൽ കേസ് കൂടിയില്ല, പക്ഷെ അവര് മധ്യപ്രദേശിനെ പറ്റിയിട്ട് സംസാരിക്കൂല, രാജസ്ഥാനിലെ കേസ് കൂടിയിരിക്കുക, ബീഹാറിനെ പറ്റി സംസാരിക്കൂല. അപ്പം ഇത് ഒരു ഓപ്പോസിഷന്റെ എതിരായിട്ടുള്ള ഒരു ഓൾറെഡി നിങ്ങൾ തുടങ്ങിയിരിക്കുക. അടുത്ത ഇലക്ഷന്റെ ബീഹാർ ഇലക്ഷൻ ഉണ്ട്, വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷൻ ഉണ്ട്, കേരളയിലെ. അപ്പൊ അതിന്റെ എതിരായിട്ട് ഇപ്പൊ ഓൾറെഡി ഓപ്പോസിഷന്റെ എതിരായിട്ട് തുടങ്ങിയിരിക്കുക. നിങ്ങളിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ എതിരാളിയും നമ്മളെ എനിമിയും ആരാ? ശത്രു ആരാ? കോവിഡാ. പക്ഷെ ഇവിടെ ഇപ്പൊ അമിത് ഷാക്ക് ശത്രു ആരാ? ശത്രു എന്ന് പറഞ്ഞാൽ കോവിഡ് അല്ല. കോവിഡ് എല്ലാം വിട്ടു. അദ്ദേഹം തുടങ്ങി ഓൾറെഡി 70,000 സ്ക്രീൻസ് ആയിരുന്നു ബീഹാറിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഓൺലൈൻ ക്യാമ്പയിനിങ്ങില് 70,000 സ്ക്രീൻസ്. അതിന് എത്ര പൈസ കൊടുത്തിട്ടുണ്ടാവും? അതിന് പ്രശ്നമില്ല. അദ്ദേഹം ഈ കോവിഡിന്റെ ഇതിലെല്ലാം പിന്നെ ഈ സമയത്ത് പല ജേർണലിസ്റ്റും പല CAA പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരെല്ലാം ജയിലിലിടാം. പക്ഷെ CAA അവരെ ഇൻസൈറ്റ് ചെയ്ത് കപിൽ മിശ്രനെ ജയിലിൽ ഇതുവരെ ഇട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പുറത്തുണ്ട്. മറ്റേവരെ എല്ലാം അവര് ജയിലിൽ. ഡൽഹി റൈറ്റ്സ് എന്തായി? ആരാ ജയിലിൽ പോയത്? അപ്പൊ ഈ സമയത്തും അദ്ദേഹം ചെയ്യുന്നത് പറഞ്ഞ ഓപ്പോസിഷൻ മെമ്പേഴ്സിനെ ജയിലിടാം വിതൗട്ട് ട്രയൽ. അതും UAPA വിത്ത് UAPA അദ്ദേഹത്തിന് ജയിലിലിടാം. അപ്പൊ ട്രയലില്ല, ബെയിൽ കിട്ടൂല. അപ്പം ഈ സമയത്ത് നമുക്ക് മറുപടി വേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കൊള്ള അടിക്കുന്നത്? ശരി, ആ ചോദ്യം നേരത്തെ ചോദിച്ചു, അതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ
കോൺഗ്രസിൻ്റെ കാര്യവും കൂടി ഈ കാര്യത്തിൽ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയും രണ്ട് കാര്യങ്ങളിലും താങ്കൾ പൂർത്തിയാക്കിയില്ല. നേരത്തെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രക്ഷോഭവും പ്രതികരണവും കൂടി കേരളത്തിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞു. അതുപോലെ ദേശീയ തലത്തിലും ശക്തമായ പ്രക്ഷോഭം ഇപ്പോൾ ഈ ഇന്ധനവിലയുടെ കാര്യത്തിലും കാണുന്നില്ല എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട്. അപ്പോൾ ബി ജെ പിയെയും കോൺഗ്രസിനെയും കൂടി താങ്കളുടെ കയ്യിൽ ഉദാഹരണങ്ങളുണ്ടോ? അതിന് പറ്റിയ സിനിമാ കഥാപാത്രങ്ങളുണ്ടോ താങ്കളുടെ കയ്യിൽ, റാഞ്ചിയേട്ടനല്ലാതെ വേറെ? ഞാനൊരു സിനിമാക്കാരിയല്ല, പക്ഷേ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു സിനിമാ ഭാഷ കേരളത്തിലുള്ളത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെയുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കോ പാനലിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയാമെന്ന് പറഞ്ഞത്, ഉടുതുണി കണ്ടാൽ കലാപമുണ്ടാക്കുന്നവനെ അറിയാമെന്ന് പറഞ്ഞ സംഘപരിവാര പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ്. അതിനെ ഞാൻ പ്രതിഷേധിക്കുന്നു. ഇതൊരു വളരെ സീരിയസ് ആയ ചർച്ചയാണ്. സ്കൂള് കത്തുമ്പോൾ സ്കൂളിൻ്റെ മൂത്രപ്പുരയിൽ അശ്ലീലം എഴുതുവാൻ സന്ദർഭമുണ്ടെന്ന് കരുതി അങ്ങോട്ട് പോകരുത്. ആ ഒരു സംസ്കാരം ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരരുത്. ഇനി കോൺഗ്രസ് പ്രതിനിധി വളരെ കൃത്യമായി പറയുകയുണ്ടായി എന്താണ് ബി ജെ പി ചെയ്ത തെറ്റുകളെന്ന്. അങ്ങേറ്റം യോജിക്കുന്നു. ഇനി കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ആളുകളൊക്കെ അനുസരിച്ചിരിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പല നേതാക്കന്മാരും പറഞ്ഞ കാര്യമുണ്ട്. 27 ഡിഗ്രിയിൽ കൊറോണ ചൂട് സഹിക്കാൻ വയ്യാതെ മരിച്ചോളും, അല്ലെങ്കിൽ ചൂട് കേരളത്തിൽ കൊറോണ ബാധിക്കില്ല, മിറ്റിഗേഷൻ മെത്തേഡിലേക്ക് പോകണം. അമേരിക്കയിൽ മിറ്റിഗേഷൻ മെത്തേഡ് എന്തായി എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് കാസർഗോഡും ഇടുക്കിയിലുമൊക്കെ ചില ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇറങ്ങി നടന്ന് നാട് മുഴുവൻ കൊറോണ പരത്തി എന്ന് പറയുന്നത്. ഇവിടെ ഒരു 10ാം ക്ലാസ്സിലെ പരീക്ഷ നടത്താൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സമ്മതിച്ചിട്ടുണ്ടോ? കൃത്യമായ രീതിയിൽ ശാസ്ത്രീയ ജ്ഞാനമുള്ള കോൺഗ്രസിന്റെ യുവ MLA-മാരെല്ലാവരും കൂടി തമിഴ്നാട്ടിൽ കോവിഡ് മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ അതിർത്തി കടന്നെത്തുന്ന ആൾക്കാരിൽ നിന്ന് വ്യാപനം ഉണ്ടാകുമെന്ന് കരുതുമ്പോൾ ഇവരെല്ലാവരും കൂടെ 10 പൈസയ്ക്ക് പ്രയോജനമില്ലാതെ അവിടെ പോയി നോക്കൂത്തുകളെ പോലെ നിന്നത് നമുക്ക് തന്നെ എത്രത്തോളം ആശങ്കയുണ്ടാക്കി. കാരണം അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ തീർച്ചയായും കഴിവുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടാക്കിയില്ലേ? ശശി തരൂർ അല്ലാതെ ഏതൊരു കോൺഗ്രസ് നേതാവിനെ നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും കോവിഡ് കാലത്തിൽ പിണറായി വിജയൻ സർക്കാരിന് സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്? നമുക്ക് കാണുകയില്ല. തീർച്ചയായും ശശി തരൂർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും നമ്മൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു. അതാണ് സ്റ്റേറ്റ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഈ ചർച്ചയിൽ പോലും 1975 എമർജൻസിക്ക് പ്രതിരോധിക്കേണ്ട ഗതികേട് വന്നത് എന്തുകൊണ്ടാണ്? ഈ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ. അന്ന് അത്ര ഏതാനും മാസങ്ങൾ മാത്രമായിരുന്നു എമർജൻസി എങ്കിൽ ഈ കാലങ്ങളിൽ നാം എന്താണ് കാണുന്നത്? എല്ലാ ദിവസവും എമർജൻസിയാണ്. ഡോക്ടർ ഷമാ മുഹമ്മദ് കൃത്യമായി പറഞ്ഞതുപോലെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ച ദില്ലിയിലെ സഫൂറ സർക്കാർ അടക്കമുള്ള ആളുകളെയൊക്കെ UAPA യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ചാർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഉത്സാഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ ലെനിൻ്റെ ഒരു പടമിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് UAPA ചാർത്തപ്പെടുമെന്നുള്ള അവസ്ഥയാണ്. നിങ്ങളുടെ സർക്കാർ ശ്രീ സുരേഷ് എല്ലാ ദിവസവും ഇവിടെ എമർജൻസി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് നിങ്ങൾ ഈ പട്ടിണി കിടന്ന് ചത്തവനെ പട്ടുകോണ ഉടുപ്പിക്കുന്ന രീതിയിൽ ബീഹാറിലൊക്കെ ഡിജിറ്റൽ ക്യാമ്പയിനിങ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുന്നത്. നടന്ന് കാൽ കുഴഞ്ഞിട്ട് സ്വന്തം അമ്മയുടെ തണലിൻ്റെ ആ തണലിലേക്ക് ചുരുണ്ടുകൂടി കിടന്ന പെൺകുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ PM കെയർ ഫണ്ട് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. PM കെയർ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിന്റെ ഉദ്ദേശം എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉള്ളപ്പോൾ എന്തിനാണ് ഒരു PM കെയർ ഫണ്ട് ഉള്ളത്? അതിന്റെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുകയില്ല എന്നും യാതൊരു ഉത്തരവാദിത്വവും ജനങ്ങൾക്കില്ല എന്നുള്ള രീതിയിലുമല്ലേ നാളിന്ന് വരെ അതിന്റെ പ്രവർത്തനമുള്ളത്? ഡോക്ടർ ലാൽ പറഞ്ഞതുകൊണ്ട് പറയാം, പണ്ടൊരു സിനിമയിൽ മദ്യവിരുദ്ധനായ ഗാന്ധിയനായി ഇന്നസെന്റ് അവതരിപ്പിക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെ എന്ത് തടയുമെന്ന് ചോദിച്ചപ്പോൾ ഇന്നസെന്റ് പറഞ്ഞു, വെള്ളമടിക്കാനുള്ളത് കിട്ടും. അതുപോലെയാണ് ഈ PM കെയർ ഫണ്ട് എന്ന് പറയുന്നത്. PM കെയർ ഫണ്ട് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ സംഘപരിവാര സർക്കാരിന് കുറച്ച് ഫണ്ട് കിട്ടും എന്നുള്ളത് മാത്രമാണ്. പെട്രോളിൻ്റെയും സ്വർണത്തിൻ്റെയും വില അനുദിനം കുതിച്ചു കയറുമ്പോൾ ഇവിടുത്തെ ടാക്സ്, അത് ഇമ്പോർട്ട് ടാക്സ് ആയാലും ശരി,
വാല്യൂ ആഡഡ് ടാക്സ് ആയാലും ശരി, നിങ്ങളിങ്ങനെ അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റും ട്രെയിനും ഒന്നും സംസ്ഥാന സർക്കാർ തുടങ്ങിയില്ല എന്ന് പറയുന്നത് കേട്ടു. നിങ്ങൾ ഈ സ്കെഡ്യൂളുകളൊക്കെ എടുത്ത് നോക്കണം. റെയിൽവേയും എയർ ട്രാവലും ഒക്കെ ഇപ്പോഴും ഇരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇനി ഈ ATF ഫ്യൂവലിനെ സംബന്ധിച്ച് രസകരമായ ഒരു കാര്യമുണ്ട്. ഏകദേശം 1 കിലോ ലിറ്ററിന് 64,000 ചില്ലുവാനും രൂപ മാത്രമായിരുന്നു ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച നാളുകളിൽ ഏവിയേഷൻ ഫ്യൂവലിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പ്രയോജനം? ആർക്ക് പ്രയോജനമുണ്ട്? കാരണം പ്ലെയിനെല്ലാം ഗ്രൗണ്ടഡ് ആണ്, ഒരൊറ്റ പ്ലെയിനും പോകുന്നില്ല. ഉപയോഗിക്കാത്ത ഇന്ധനത്തിന് വില കുറഞ്ഞിട്ട് ആർക്ക് എന്ത് കാര്യം? മെയ് 25-ന് ഈ ഇന്ധനത്തിന് നമ്മുടെ നാട്ടിൽ ഫ്ലൈറ്റുകൾ പറക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ 56% ATFിൻ്റെ വില കൂട്ടിയത്. ഇങ്ങനെ അരിപ്രാഞ്ചുകൾ നമ്മുടെ കഞ്ഞിയിൽ മണ്ണിട്ട് നീങ്ങുകയാണ്. പക്ഷേ ഇതിനെ നമുക്ക് BJPയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇത് സംഘപരിവാര സർക്കാർ കൊണ്ടു നടക്കുന്ന, കോൺഗ്രസ്സുകാർ തുടങ്ങി വെച്ച ക്യാപിറ്റലിസത്തിന്റെ തളർച്ചയാണ് കാണിക്കുന്നത്. IMFന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെ പറയുകയുണ്ടായി, അതായത് ഏകദേശം 170ഓളം രാജ്യങ്ങളിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ് വരാൻ പോകുന്നതെന്ന്. അങ്ങനെ അമേരിക്കയിൽ തന്നെ 26 മില്യൺ അൺഎംപ്ലോയിഡ് ആയി കഴിഞ്ഞു. ഇവര് നമ്മുടെ ലേബർ ഫോഴ്സും ഉപയോഗിച്ച് സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രൊഡക്ഷൻ മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇവർ ഇത്രയും നാളും ഘോഷിച്ചിരുന്ന ആ ഈക്വിലിബ്രിയം തകർന്നിരിക്കുന്നു എന്നാണ് ഏണസ്റ്റ് മാൻസണിനെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്. ആ ഈക്വിലിബ്രിയം തകർന്ന അവസ്ഥയിൽ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ വീണ്ടും ലേബറിന്റെ പുറത്താണ് അതിന്റെ ബേർഡൻ ചുമത്തുന്നത്. ശ്രീ സുരേഷ്, അപ്പോൾ നിങ്ങൾ ഈ ഭരണത്തിൽ ഇരിക്കുമ്പം ഒന്നും, അത് കഴിഞ്ഞ് അതിനു മുമ്പ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മറ്റൊന്നും എന്നത് ഭരണത്തിലേക്ക് വരാനുള്ള ഒരു വഴി മാത്രം, പിന്നെ സഹായിക്കുന്നതെല്ലാം സാധാരണക്കാരെ വിട്ട് റിലയൻസ് പോലെയുള്ള കോർപ്പറേറ്റുകളെ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നത്. ശ്രീ ഡോക്ടർ ലാൽ, എനിക്ക് എല്ലാവർക്കും ഉത്തരം കൊടുക്കാനുള്ള സമയം തരണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇടതുപക്ഷത്തിനെതിരെ ചില പോയിന്റ് പറയുമ്പോൾ അതിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യരുത്. ഒന്ന്, ശ്രീ KN ബാലഗോപാൽ ഗൗരവമുള്ള ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടു. അതിന് ഗൗരവത്തിൽ തന്നെ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, ശ്രീ KN ബാലഗോപാൽ ഇപ്പോൾ പറഞ്ഞത് BPCL-ഉം അതൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു. അതോടൊപ്പം തന്നെ കൽക്കരിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല, അതുൾപ്പെടെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ സ്വകാര്യവൽക്കരണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേൽ ചില മേഖലകളിൽ, ഡിഫൻസിൻ്റെ ചില മേഖലകളിൽ സ്വകാര്യവൽക്കരണം നടക്കുന്നു. അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ശ്രീ KN ബാലഗോപാൽ, ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ BJP ഭാരതീയ തത്വസംഹിതയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു നയമുണ്ട്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോഴാണ് BJP ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. BJP അധികാരത്തിലിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദമോ അല്ലെങ്കിൽ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ നടപ്പാക്കാനല്ല. BJPയുടെയും ഇന്ത്യയുടേത് കാഴ്ചപ്പാടിനനുസരിച്ചുള്ള സിദ്ധാന്തങ്ങൾ നടപ്പാക്കാനാണ്. ഞങ്ങളുടെ സിദ്ധാന്തപ്രകാരം ഞങ്ങൾ സ്വകാര്യവൽക്കരണത്തിനെ സമ്പൂർണ്ണമായിട്ട് എതിർക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്ക് അമേരിക്കൻ മുതലാളി അമേരിക്കയിൽ വെച്ചുണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു തരുന്ന സാധനങ്ങൾ ഇവിടെ ഉപയോഗിച്ച് പണം കൊടുത്ത് ഡോളർ കൊടുത്ത് ഇവിടെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് അഭികാമ്യം അമേരിക്കൻ മുതലാളി ഇന്ത്യയിലെ ഗുജറാത്തിലോ കേരളത്തിലോ വന്ന്, കേരളത്തിൽ വരില്ലല്ലോ, അതിനെ എതിർക്കുന്ന ഒരു കാര്യവുമായി ശ്രീ KN ബാലഗോപാലിന്റെ അടുത്തേക്ക് ശ്രീ സുരേഷ് പോയ കാര്യം അതേ ഓർത്തു. അല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കേരളത്തിൽ വന്നോ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ചെങ്കോടി ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ആരും വരില്ല. കേരളത്തിന് പുറത്തുള്ള ഏത് സംസ്ഥാനത്ത് വന്നിട്ടോ അവിടെ വന്ന് ഉത്പാദനം നടത്തി അവിടുത്തെ യുവാക്കൾക്ക് ജോലി കൊടുത്ത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇവിടെ നികുതി കൊടുത്ത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഒരു പുതിയ സിദ്ധാന്തം, ആ സിദ്ധാന്തമാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാരും BJPയുടെ സിദ്ധാന്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ഡിഫൻസ് രംഗത്താണെങ്കിലും, തുണി വ്യവസായത്തിലാണെങ്കിലും, കൽക്കരി വ്യവസായത്തിലാണെങ്കിലും, പെട്രോളിയം മേഖലയിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിച്ച, ലോകം മുഴുവൻ ഇന്ത്യയെ പ്രകീർത്തിച്ച ഒരു ഉത്തമമാർന്ന പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിനെ കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദം കൊണ്ട് നശിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസം
തകർന്നത് ഈ ലോകത്ത് മാത്രമല്ല, ബംഗാളിലും ത്രിപുരയിലും കൂടെ തകർന്നിട്ടുണ്ട്. ബംഗാളിൽ ഇന്ന് CPMൻ്റെ പാർട്ടി ഓഫീസിൽ കോൺഗ്രസ്സുകാരൻ വന്നിരുന്ന് ചർച്ച ചെയ്ത് മുന്നണിയും കൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ രാഹുൽ ഗാന്ധിയുമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. യെച്ചൂരിയുമായിട്ട് നമ്മുടെ ഷമാ മുഹമ്മദിനും അഭിപ്രായ വ്യത്യാസമില്ല. അവർ ഒരുമിച്ചാണ്. ഇവിടെ കേരളത്തിലെ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണ്. പക്ഷേ ഈ തർക്കം മാത്രമാണ്. പെട്രോളിനും ഡീസലിനും ഒക്കെ കഴിഞ്ഞ 19 ദിവസം കൊണ്ട് 10 രൂപയിലധികം കൂട്ടിയതാണ്. നിങ്ങൾ ഈ സാഹചര്യത്തിനിടയിൽ കൂടി കലക്കവെള്ളത്തിലോ അല്ലെങ്കിൽ ഈ പുര കത്തുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അധികാരക്കൊതിയുടെ ഒരു മത്സരം മാത്രമാണ് ഇവിടെ രമേശ് ചെന്നിത്തലയും പിണറായിയും തമ്മിലുള്ളത്. ആദർശപരമായി നിങ്ങൾ ഒന്ന് തന്നെയാണ്. അതാണ് ബംഗാളിൽ കണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞത്, കേരളം മാതൃകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രകീർത്തിച്ചൂടാ. ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ എൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മാർക്സിസ്റ്റ് നേതാവാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ബന്ധങ്ങളും പരസ്പരം ബഹുമാനവും സ്നേഹവും ഒക്കെ ഞങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് ഞാൻ വളരെ ബഹുമാനത്തോട് പറയുന്നു, ഈ കേരളത്തിൽ എന്താണ് മാതൃക? കേരളത്തിൽ ടെസ്റ്റ് പെർ മില്യണിൽ കേരളം 25-ാം സ്ഥാനത്തല്ലേ? രോഗവ്യാപന രംഗത്ത് കേരളം 16-ാം സ്ഥാനത്തല്ലേ? മരണനിരക്കിൽ കേരളം 17-ാം സ്ഥാനത്തല്ലേ? ഇവിടെ ഏറ്റവും കുറച്ച് തൊഴിലാളികളെ, കേരളത്തിന് പുറത്തുള്ള മലയാളികളെ ഏറ്റവും കുറച്ചുപേരെ കൊണ്ടുവന്നത് കേരളമല്ലേ? മറ്റു സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയില്ല. ശ്രീ സുരേഷ്, താങ്കൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് മറുപടി ഞാൻ ചോദിച്ചോട്ടെ. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പൊ വന്നിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഇപ്പൊ കിട്ടിയിരിക്കുന്നതാണ്. താങ്കളുടെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ വി മുരളീധരന്റെ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ന്യൂഡൽഹിയിൽ നിന്ന് അതിൻ്റെ സെക്രട്ടറി സഞ്ജയ് ഭട്ടാചാര്യ ഇവിടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്തയ്ക്ക് അയച്ചിരിക്കുന്ന കത്ത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കേന്ദ്രം പറയുന്നതനുസരിച്ച് കൃത്യമായി കോവിഡ് പ്രതിരോധത്തിൽ കാര്യങ്ങൾ ചെയ്ത കേരളത്തിന് അഭിനന്ദനം. I must compliment the government of Kerala for its pragmatic approach in trying to contain the spread of the virus. The measures proposed by you of wearing N95 mask, face shield, hand gloves, etc. will minimize the chances of transmission. You may wish to discuss the special requirements of Kerala government directly with concerned airlines for their cooperation. We shall share your approach with our ambassadors in the Gulf. This would greatly facilitate smooth flow of Indians back home via VBM flights. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. This is with reference to our ongoing correspondence regarding the feasibility of prior testing of Indians സ്റ്റാൻഡേർഡ് എബ്രോഡ് റിട്ടേണിംഗ് ടു കേരള. ഈ സന്ദർഭത്തിൽ കേരളത്തെ അഭിനന്ദിക്കുന്നു എന്നാണ് ഇപ്പോൾ ശ്രീ വിശ്വാസ് മേത്തയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കത്ത്. ശ്രീ സുരേഷ്, കോവിഡ് 48 മണിക്കൂറിനുള്ളിൽ കോവിഡ് നെഗറ്റീവ് റിസൾട്ട് വേണമെന്നുള്ളത് അംഗീകരിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ? ടെസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കിറ്റ് കൊടുക്കാം, അവിടുന്ന് ട്രൂനാറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് ഇങ്ങോട്ട് വിടണം എന്നുള്ളത് അംഗീകരിച്ചിട്ടുണ്ടോ? കോവിഡ് രോഗികളെ മാത്രം ഒരു പ്ലെയിനിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ വിഡ്ഢിത്തം കേരളം പറഞ്ഞത് എനിക്ക് മിസ്റ്റർ സുരേഷ് പറഞ്ഞ കാര്യത്തിൽ രണ്ട് കാര്യത്തിൽ പറയണം. എനിക്ക് ഷമാ മുഹമ്മദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അവർ ഈ കൊള്ളയെ കുറിച്ച് ഇവിടെ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അല്ല, എനിക്ക് സമയം തരുമോ? അല്ലെങ്കിൽ എനിക്ക് സമയം തരുമോ? പ്ലീസ്, ഞാൻ സംസാരിക്കട്ടെ. രാഹുൽ ഗാന്ധിനെ പറ്റി പറഞ്ഞു സീതാറാം യെച്ചൂരിന്റെ ഒക്കെ എന്ന്. ഇപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഹരിയാനയിലെ ദുഷ്യന്ത് സിംഗ് നിങ്ങളെ എതിരെ മോദിനെ എന്തെല്ലാം വാക്കുകളാണ് വിളിച്ചത്. എന്നിട്ട് നിങ്ങൾ അവരൊക്കെ പോയി പാർട്ടി ഇത് ചെയ്തില്ലേ? കഴിഞ്ഞ കൊല്ലം ഹരിയാനയിൽ നിങ്ങൾ സർക്കാർ ഫോം ചെയ്തില്ലേ? ദുഷ്യന്ത് സിംഗിന്റെ ഒക്കെ അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും. സുരേഷ്, താങ്കൾക്ക് ഒരു മിനിറ്റ് ബാക്കി. അതായത് ഈ പറഞ്ഞ പൈസയൊക്കെ പെട്രോളിൽ നിന്ന് കിട്ടിയതൊക്കെ അവരുടെ MLA-മാരെ പിടിക്കാനും MP-മാരെ പിടിക്കാനുമാണെന്നാണ്, അതാണ് ഉപയോഗപ്പെടുത്തിയതാണ്, കോവിഡിനല്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഡോക്ടർ ഷമാം, എന്റെ സമയം എനിക്ക് അനുവദിച്ച സമയമാണ്. അനാവശ്യമായി ബഹളം ഉണ്ടാക്കരുത്. എനിക്ക് അനുവദിച്ച സമയമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ.
എല്ലാ പ്രവാസികളും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഇവിടേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ഇടംചെറുപ്പിടുന്ന, അതിനുവേണ്ടി ഇതുപോലെയുള്ള പാര വയ്ക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ മറ്റെല്ലാ പാരകളെയും തട്ടിമാറ്റി ഇനി ഇതെങ്കിലും അംഗീകരിച്ചാൽ ഇങ്ങോട്ടേക്ക് പ്രവാസികളെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വരട്ടെ എന്നുള്ള വിശാലമായ മനസ്സാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്നുകൂടെ ശ്രീ ഷമാം മുഹമ്മദ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു, കൊള്ളയെക്കുറിച്ച് പറഞ്ഞു. ഷമാം മുഹമ്മദ് ഈ കൊള്ളയെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇന്ന് ഡൽഹിയിലെ കോടതിയിൽ പ്രതിയായിട്ട് ചെന്ന് നിൽക്കുന്ന അമ്മയും മകനുമുണ്ടല്ലോ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അവർ ഇന്ന് പ്രതിയായിട്ട് കൂട്ടി നിൽക്കുകയാണ്. അവർ ഈ രാജ്യത്ത് നടത്തിയ കൊള്ളയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്ത് 60 വർഷമായി നടത്തിയ കൊള്ളയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിന് കിട്ടുന്ന വരുമാനത്തെ രാഷ്ട്രീയമായി നിങ്ങൾ വിധി എഴുതുമോ? ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണക്കുകൾ കുറെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കണക്കുകൾ പറഞ്ഞതൊക്കെ അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം സുരേഷ് പറഞ്ഞത്. ഒരു കാര്യം, കേരളത്തിൽ വളരെ കുറച്ച് ആളുകളാണ് നമ്മുടെ എല്ലാം നമ്മളെല്ലാം നന്മയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്കെല്ലാം സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. വളരെ കുറച്ചേ ഉള്ളൂ അപകടം, ജീവൻ നഷ്ടപ്പെടുന്നത്. ഇന്ത്യയിൽ, ലോകത്ത് അത് ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഉന്നതമായ ജോലികളിൽ ഇടിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെ വരാൻ ആഗ്രഹിക്കുന്ന അല്ലാതുള്ള തൊഴിലാളികളും ഇവിടെ വന്നാൽ ജീവിതം സുരക്ഷിതമാണ്. ആ സുരക്ഷിതമാക്കാനുള്ള കാര്യം ഇവിടെ ചെയ്യുന്നത്. പ്രവാസികളെ ആകെ കാണാത്തവരാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? കൈരളിയുടെ തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്ത 1000 പേരെയാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇത്രയും ആളുകൾ വന്നിട്ടും 1% മാത്രമാണ് പകർച്ച വരുന്നത്. അത് ഇനിയും കണ്ടെയ്ൻ ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്, ഏറ്റവും കുറച്ച് ഈ വ്യാപനം തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിച്ച് ആളുകൾക്ക് പട്ടിണിയും തൊഴിലില്ലായ്മ കാരണവും പട്ടിണി കാരണവും മരണമുണ്ടാവാതെ ലോകത്തിനാകെ മാതൃകയാവുന്ന തരത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ എന്നുള്ളത് അത്രയെങ്കിലും മനസ്സിലാക്കാൻ സുരേഷ് തയ്യാറാവണം. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന കത്തിൽ ഈ പ്രവാസികൾക്ക് ഉപ്പേരിയും അച്ചാറും കയറ്റി അയച്ചതിനാണോ ഈ അഭിനന്ദനം എന്നെനിക്കറിയില്ല. പക്ഷേ വി മുരളീധരൻ ഈ കത്ത് കണ്ടോന്നും അറിയില്ല. ഇത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ സ്വന്തം മന്ത്രാലയത്തിലെ സെക്രട്ടറിമാരോടോ പ്രധാനമന്ത്രിയോടോ കേന്ദ്ര മന്ത്രിസഭയിലെ മറ്റംഗങ്ങളോടോ ചോദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഈ അഭിനന്ദനം എന്തിൻ്റെ അർത്ഥമാണെന്ന് BJP നേതാക്കളും അടുത്ത ദിവസങ്ങളെങ്കിലും വിശദീകരിക്കണം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KN ബാലഗോപാൽ, ശ്രീ സുരേഷ്, ഡോക്ടർ ഷമാ മുഹമ്മദ്, ഡോക്ടർ ഫസൽ ഗഫൂർ, അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. വാർത്താ സംവാദം അവസാനിക്കുന്നു. നമസ്കാരം.